അപ്പോൾ ഈ ലഹരി വിതരണം ചെയ്യുന്നതിൻ്റെ അത് കയ്യിൽ വെക്കുന്നതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ആളുകൾ പൊതുവെ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നത് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഈ നമ്മുടെ പോലുള്ള പ്രായത്തിലാണ്. അപ്പോൾ ഇതിനെതിരെ നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ എങ്ങനെ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുന്നവർ, ഇങ്ങനെയുള്ളവരോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്നും കിട്ടാതായാൽ അയാളുടെ സ്വഭാവത്തിൽ പല മാറ്റങ്ങളുണ്ടാവില്ല. ശാരീരികപരമായും മാനസികപരമായും ഇയാൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. ഇതിനൊക്കെ എൻ്റെ ഫോണിലേക്കും ഞങ്ങളുടെ ഓഫീസിലേക്കും വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ എനിക്ക് മുന്നേ സംസാരിച്ച ഉദ്ഘാടകനായ പഴയ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിൽ ഇരുന്ന് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്ത സാർ നിങ്ങളോട് പറഞ്ഞു. അതുപോലുള്ള അദ്ദേഹം സൂചിപ്പിച്ചതുപോലുള്ള ഉമ്മമാരുടെയും അമ്മമാരുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ വിളികൾ, ഫോൺ വിളികൾ വളരെ വേദനയോടുകൂടി തങ്ങളുടെ കുട്ടികളുടെ ലഹരി ഉപയോഗിച്ചിട്ടുള്ള പ്രയാസങ്ങൾ, ആ വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അവർ ഞങ്ങളോട് സംസാരിക്കും. എന്ത് ചെയ്യും എന്ന് പലപ്പോഴും പകച്ചു നിന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബോധവൽക്കരണ ക്ലാസുകൾ കൊടുക്കുന്നതും അതുപോലുള്ള ക്യാമ്പയിനുകളും പോസ്റ്റർ പ്രദർശനങ്ങളും ചിത്ര പ്രദർശനങ്ങളും ഒക്കെയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. ഇതുപോലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടനകളും അത്തരം വ്യക്തികളും മുന്നിട്ട് നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും ഓരോ ദിവസവും കേൾക്കേണ്ടി വരുന്നത്, ഓരോ ദിവസവും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ അറിയുന്നത് വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അടുത്ത ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. MBBS പഠിക്കുന്ന ആളുകൾ, എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ആളുകൾ സമൂഹത്തിൽ നല്ല രീതിയിൽ, സാർ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെപ്പോലെ ഒരുപാട് നന്നായിട്ട് പഠിക്കാനും ഒരുപാട് നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും അച്ഛനും അമ്മയ്ക്കുമൊക്കെ തുണയായി നിൽക്കുവാനും അവരേക്ക് ഒരുപാട് സ്നേഹിക്കുകയും ചെയ്തിരുന്ന നമ്മുടെ മക്കള്, നമ്മുടെ കുട്ടികൾ ലഹരിയുടെ വഴികളിലേക്ക് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കാലെടുത്ത് വെച്ച് പിന്നീട് ലഹരിയുടെ ആ ഒരു പിടിയിൽ അമർന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, അച്ഛനും അമ്മയ്ക്കും ദുഃഖവും, സ്വന്തം വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാതെ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയും വീട്ടില് സാമ്പത്തിക പ്രയാസങ്ങളും അതല്ലാത്ത പ്രയാസങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ആരോഗ്യം നഷ്ടപ്പെടുത്തി എങ്ങുമില്ലാതായിത്തീരുന്നു. വളരെ ഒരു 5 വർഷം 6 വർഷം മുമ്പ് വരെയൊക്കെ ഒരു പരിധി വരെ സേഫ് സോണിലായിരുന്നു പെൺകുട്ടികൾ. ആൺകുട്ടികളെ ആയിരുന്നു കൂടുതലായിട്ടും ഇത്തരം വിഷയങ്ങളുമായിട്ട് ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഞങ്ങളിൽ പിടിക്കുന്ന പ്രതികൾ, ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന പ്രതികൾ അവരുടെ ഫോൺ നമ്പറുകളിലൂടെയും അവരുടെ കോണ്ടാക്റ്റിലൂടെയും അവരുടെ കോൾ ലിസ്റ്റുകളിലൂടെയും ഞങ്ങൾ പോകുമ്പോൾ പെൺകുട്ടികളും ഇത്തരം കാര്യങ്ങളുമായി ധാരാളമായി ബന്ധപ്പെടുന്നതായിട്ട് മനസ്സിലാക്കുന്നു. വേണ്ടത്ര അറിവിൻ്റെ കുറവെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു കുട്ടി എന്താ നേരെ തല താഴ്ത്തി ഇങ്ങനെ ഇരിക്കുന്നത്? നേരെ ഇരിക്കൂ, എല്ലാവരും നേരെ ഇരിക്കൂ. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു സ്ഥാപനത്തിലാണ് നിങ്ങൾ പഠിക്കുന്നത്. ആ സ്ഥാപനത്തിൻ്റെ ഉച്ചയാണ്, ഉറക്കമുണ്ടാകും, ഉറക്കം തൂങ്ങും. പറയുന്ന വിഷയം അത്രത്തോളം രസകരമായിട്ട് കേൾക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. പക്ഷേ നമ്മൾ എത്രത്തോളം കുനിഞ്ഞിരിക്കുന്നു അത്രത്തോളം കൂടുതൽ ഉറക്കം വരികയുള്ളൂ. നേരെ ഇരിക്കുക, ഒരു നട്ടെല്ലൊക്കെ നിവർത്തി നല്ല കുട്ടികളായിട്ട് നേരെ ഇരിക്കുക. ഉഷാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിരുന്ന കാര്യം, ഇന്ന് ഓരോ ദിവസവും നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ പ്രയാസമുള്ളതാണ്. നിങ്ങൾക്കറിയാം, മദ്യം എന്ന് പറയുന്ന ഒരു പ്രശ്നം, മദ്യമെന്ന ഒരു രാസപദാർത്ഥം, ഈഥൈൽ ആൽക്കഹോൾ, എഥനോൾ എന്ന ഒറ്റ പേരിലാണ്
ഒരൊറ്റ രാസവസ്തുവാണ്, പല പേരിലും ഉണ്ടെങ്കിൽ പോലും ഈഥൈൽ ആൽക്കഹോൾ, എത്തനോൾ. അതാണ് ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയാം, അല്ലെങ്കിൽ എത്തനോൾ എന്ന് ചുരുക്കി പറയാം. പേര് പലതുണ്ട്, പല കുപ്പികളിലാക്കും, പല നിറത്തിലാക്കും, പല വിലക്കുണ്ട്. പക്ഷേ ഒരൊറ്റ സാധനമാണ്, ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ ഒറ്റ രീതിയിലേ പ്രവർത്തിക്കുന്നുള്ളൂ. തലച്ചോറിലുണ്ടാക്കുന്ന പ്രവർത്തനം, തലച്ചോറിന്റെ താളം തെറ്റിക്കുന്നു, വീണ്ടും വിചാരമില്ലാതാകുന്നു, തിരിച്ചറിവില്ലാതാകുന്നു, ശരിയും തെറ്റും വേർതിരിച്ചറിഞ്ഞ് ശരിയുടെ പാതയിൽ പോകുവാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തുന്നു. ധാർമ്മികമായി നിങ്ങളിൽ എന്തൊക്കെ മൂല്യങ്ങൾ നിങ്ങളുടെ മതപരമായ പഠനവും വീടുകളിൽ അച്ഛനമ്മമാർ പറഞ്ഞു തന്നതും സ്കൂളിൽ അധ്യാപകര് പഠിപ്പിച്ചതുമായിട്ട് നമ്മളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളെയെല്ലാം ഇല്ലാതാക്കി നമ്മളെ തെറ്റിന്റെ വഴികളിലേക്ക് സഞ്ചരിപ്പിക്കുന്ന മദ്യം ഒരുപാട് തിന്മകൾക്ക് മാതാവായിട്ടുള്ള, ഒരുപാട് തിന്മകളിലേക്ക് മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്ന മദ്യം നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ ശാപമായി നിലനിൽക്കുന്നു. മദ്യം ഒരു വലിയ ശാപമായി നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ അതിലും ഭീകരമായ മയക്കുമരുന്നുകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടുതലായിട്ടും മയക്കുമരുന്നുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ട ഒരവസ്ഥയിലാണ് ഞങ്ങൾ. ഒരു 5 വർഷം മുമ്പ് വരെ മദ്യം എന്ന് പറയുന്ന ഈഥൈൽ ആൽക്കഹോളിന്റെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട കേസുകളുമായിരുന്നു എക്സൈസും പോലീസും ഒക്കെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തതെങ്കിൽ ഇന്ന് അതിന് സമയം കിട്ടാതെ മയക്കുമരുന്നുകളുടെ കേസുകളുടെ പിന്നാലെ പോകേണ്ട ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്നു ഞങ്ങൾ. ഇപ്പൊ നമ്മുടെ നാട്ടില് നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ വീടിന്റെ ചുറ്റുപാട് എവിടെയെങ്കിലും ഒരു പേപ്പട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. പേപ്പട്ടി ഇറങ്ങിയിട്ടുണ്ടെന്നൊരു ന്യൂസ് കേൾക്കുന്നു. ഭ്രാന്തുള്ള നായ, അതാണ് നമ്മൾ പേപ്പട്ടി എന്ന് പറയുക. അതിനെ നമുക്ക് പേടിയാണ്, ശരിയാണോ? ഭ്രാന്തുള്ള ഒരു നായ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഈസി ആയിട്ട് ഇറങ്ങി നടക്കുമോ? നമ്മൾ ഭയന്നുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുക. അത് പലരെയും കടിക്കുന്നുണ്ട്, പിന്നിലൂടെയൊക്കെ വന്നിട്ട് ആക്രമിക്കുന്നുണ്ട്, പലരെയും കടിക്കുന്നുണ്ട്, പലരും അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നുണ്ട്, പലരും അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സ്വസ്ഥമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരവസ്ഥ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഉണ്ടാക്കുകയാണ് ഈ പേപ്പട്ടി ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിനെതിരെ നമ്മൾ കരുതിയിരിക്കുന്നു. അതിനെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്നവർ, ഈ പട്ടി വേറെ പട്ടികളെ കടിച്ചിട്ടുണ്ട്, ആ പട്ടികൾക്കും പേയളകും, പല മൃഗങ്ങളെയും കടിക്കുന്നുണ്ട്, ആ മൃഗങ്ങൾക്കും പേയളകുന്നു. ഇതിങ്ങനെ വ്യാപിക്കുക. ഈ പേപ്പട്ടി എന്ന് പറയുന്നത് കേവലം ഒരു പട്ടിയുടെ വിഷയമായിട്ട് നിങ്ങൾ കാണണ്ട. ഇത് പെട്ടെന്ന് സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന, പെട്ടെന്ന് വ്യാപിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ അതിനെ കരുതലോടുകൂടി കൈകാര്യം ചെയ്യണം. ആ കരുതലില്ലെങ്കിൽ അത് കൂടുതൽ ആളുകളെ വിഷമത്തിലേക്ക് നയിക്കും. അത്തരമൊരു വിഷമത്തിൽ മദ്യം എന്ന് പറയുന്ന ഒരു രാസവസ്തു, ഒരൊറ്റ പദാർത്ഥം നമ്മളെ എത്തിച്ച് നിർത്തിയിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങൾക്ക് അനാഥത്വം സമ്മാനിച്ച്, ഒരുപാട് കുടുംബങ്ങളിൽ ആത്മഹത്യകളുടെ എണ്ണം പെരുക്കി, ഒരുപാട് കുടുംബ ബന്ധങ്ങളുടെ വിള്ളൽ, വിവാഹമോചനങ്ങൾ, ആക്സിഡന്റുകൾ, കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ മദ്യം നടനമാടുന്ന സമയത്ത് ഒരു പേപ്പട്ടിയെ പോലെ അത് നമ്മളെ ആക്രമിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് പേപ്പട്ടിയുള്ള നാട്ടിൽ അതിലും ഭീകരമായിട്ടൊരു സാധനം എത്തുന്നത്, പുലി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലൊരു പേപ്പട്ടി ഇളകി ആ പേപ്പട്ടിയെ കുറിച്ച് പേടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഒരു പുലി ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ പേപ്പട്ടിയെ കുറിച്ചാണോ ചർച്ച ചെയ്യുക, പുലിയെ കുറിച്ചാണോ ചർച്ച ചെയ്യുക? നമ്മുടെ ഭയം പേപ്പട്ടിയെ കുറിച്ചായിരിക്കോ, പുലിയെ കുറിച്ചായിരിക്കോ? പറയൂ, പുലി അല്ലെ? പുലിയെ കുറിച്ച് നമ്മൾ ഭയക്കുന്നു, അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണം. അതിന്റെ പിന്നാലെയാണ് ഇതിനെതിരെ പ്രവർത്തിക്കുന്നവർ. ഇത്തരം ഭയങ്ങൾക്കെതിരെ സമൂഹത്തിന് സംരക്ഷണം നൽകുന്ന അത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ കൈകാര്യം ചെയ്യുക. ഇവിടെ ഇപ്പോൾ പുലി ഇറങ്ങിയിരിക്കുന്ന ഒരു അവസരമാണ്. പേപ്പട്ടി കടിച്ചാൽ വാക്സിനേഷൻ എങ്കിലും ഉണ്ട്. അപകടമാണ്, ആരും ആഗ്രഹിക്കില്ല. ഒരാളും സ്വമേധയെ അതിന്റെ മുന്നിൽ പോയി ചാടിക്കൊടുക്കില്ല. തലയ്ക്ക് വെളിവുള്ള ഒരു വ്യക്തിയും, വിവരവും അറിവുമുള്ളവൻ, വിവേകമുള്ളവൻ, സ്വന്തം അച്ഛനോടും അമ്മയോടും കുടുംബത്തോടും സ്നേഹമുള്ളവർ, അവരാരും ഒരിക്കലും മദ്യം പോലൊരു പേപ്പട്ടിയുടെ മുന്നിൽ പോയി ചാടിക്കൊടുത്തിട്ട് അതിന്റെ കടിയേറ്റ് വിഷമതകൾ അനുഭവിക്കാൻ തയ്യാറാവുകയില്ല.
എന്നാൽ അതേ സ്ഥലത്ത് പുലി ഇറങ്ങിയിട്ടുണ്ട്. പേപ്പട്ടി കടിച്ചാൽ നമുക്ക് വാക്സിനേഷനെങ്കിലും ഉണ്ട്, ജീവനെങ്കിലും തിരിച്ചു കിട്ടും. ഒരു പക്ഷേ കൃത്യസമയത്ത് കണ്ടെത്തി വേണ്ട ഇടപെടലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും കാലമുള്ള ബുദ്ധിമുട്ടും അത്രയും പ്രയാസങ്ങളും കടിച്ച പാടുകളും ഇഞ്ചക്ഷൻ ചെയ്യുന്ന വേദനയും അതുവരെയുള്ള ടെൻഷനും പ്രയാസങ്ങളും കുടുംബത്തിൻ്റെതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നൊരു മുക്തി സാധ്യമാണെന്നെങ്കിലും പറയാം, ഒരു സാധ്യതയുണ്ടെന്നെങ്കിലും പറയാം. പക്ഷേ പുലി പിടിച്ച ആളെ സ്ഥിതി എന്താ? തിരിച്ചു കിട്ടിയിട്ട് കാര്യമുണ്ടോ? തിരിച്ചു കിട്ടാനുള്ള സാധ്യത പോലും വളരെ കുറവാണ്. ഇനി വല്ല വിധേനയും ജീവൻ തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അംഗവൈകല്യങ്ങൾ വന്ന് ശരീരമാകെ കടിച്ച് കീറി പിന്നീട് ഒരു പ്രവൃത്തിയും ചെയ്യാൻ കഴിയാത്ത വിധം ജീവിതം നശിക്കപ്പെടുന്ന അവസ്ഥ. ഇത് തന്നെയാണ് തീർച്ചയായിട്ടും മയക്കുമരുന്നുകൾ ഇന്ന് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യക്ഷ ഉദാഹരണ സഹിതം പറയാൻ പറ്റും. രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുമ്പോൾ, അതിനുവേണ്ട ചികിത്സ കൊടുക്കുമ്പോൾ കുറച്ചു കാലം മാറി നിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും അവർ ഇതേ വഴിയിലേക്ക് നീങ്ങുന്നു. ഒരിക്കലും ശാശ്വതമായി ഇവരെ 100% വ്യക്തമായി ഇതിൽ അഡിക്റ്റായി കഴിഞ്ഞിട്ടുള്ള, ഒരിക്കലോ 2 പ്രാവശ്യം ഉപയോഗിച്ച ആളെ കാര്യമല്ല പറയുന്നത്, അഡിക്ഷൻ എന്ന അവസ്ഥയിലേക്ക് എത്തുക. നമ്മളെപ്പോഴും ഇതിനെ പറയുക ഒരൊറ്റ വഴിക്കാ പറയുക, മയക്കുമരുന്ന് അടിമ, ലഹരി അടിമ. ലഹരി ഉപയോഗിക്കുന്ന ആള് ഒറ്റയടിക്ക് അടിമയാവുകയല്ല ചെയ്യുന്നത്. വളരെ സാവധാനം ഓരോ ഉപയോഗത്തിലൂടെയും, ഓരോ പ്രാവശ്യത്തെ ഉപയോഗത്തിലൂടെയും അയാൾ അടിമത്തത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. കുറെ പേരുണ്ട് നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ. അവർക്ക് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്തിന് വില കൽപ്പിക്കുന്നവർ, അവരുടെ സന്തോഷവും മനസമാധാനവും ഏറ്റവും വലുതാണെന്ന് ചിന്തിക്കുന്ന കുറെ കുട്ടികളുണ്ട്, കുറെ ആളുകളുണ്ട്. എനിക്ക് ഉള്ള സുഖങ്ങളെക്കാൾ ഉപരിയായിട്ട് എനിക്ക് സുഖമെന്ന് തോന്നുന്ന കാര്യം അത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ബന്ധുക്കൾക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും സന്തോഷമാകണമെന്ന് കരുതി ഇത്തരം വിഷയങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തിൽ കടന്നു വരില്ല എന്ന് 100% തീരുമാനമെടുത്ത കുറേ കുട്ടികളുണ്ട്. 100%. അതെന്താണെന്ന് എനിക്കറിയണ്ട. അത് തെറ്റാണെന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് മുൻപേ എന്നെ സ്നേഹിക്കുന്ന ആളുകൾ, ലോകം കണ്ട ആളുകൾ എന്ന് മനസ്സിലാക്കി 100% ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് തീർച്ചപ്പെടുത്തിയ കുറെ പേരുണ്ട്. അവരെക്കുറിച്ച് പേടിക്കാനില്ല. അവർ സേഫ് സോണിലാണ്. അവർക്കിനി ആരെന്ത് ചെയ്തു കഴിഞ്ഞാലും അവർ ഇത്തരം പ്രവർത്തനത്തിലേക്ക് പോവില്ല. എന്നാൽ ചില ആളുകളുണ്ട്, എപ്പോഴെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കണം. തെറ്റാണെന്നറിയാം, ഇത് ബുദ്ധിമുട്ടിക്കുമെന്നറിയാം, ഇത് പ്രയാസപ്പെടുത്തുമെന്നറിയാം, ഇത് അപകടകരമാണെന്നറിയാം. എന്നിരുന്നാലും എപ്പോഴെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കണം. ഇതൊന്ന് ടേസ്റ്റ് അറിയണ്ടേ, ഇതൊന്ന് മനസ്സിലാക്കണ്ടേ, ഇതൊക്കെ നാട്ടിലുള്ള സാധനം. ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് സൗഹൃദത്തിന്റെ വലകളിൽപ്പെട്ടിട്ട് ചില പ്രത്യേക ആഘോഷങ്ങളുടെ കൂട്ടത്തിൽ കൂടിയിട്ട് ഒരിക്കലോ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് നോക്കാമെന്ന് കരുതുന്ന ആളുകൾ, അവർക്കൊരു പക്ഷേ 90% പ്രതിരോധം ഉണ്ടാവാം. ഞാനൊരു ന്യൂമറിക്കൽ വാല്യൂ പറയുക. 90% അവർ കരുതുന്നു എനിക്കിത് വേണ്ട, എൻ്റെ ജീവിതത്തിൽ ഞാനിത് ഉപയോഗിക്കില്ല, ഒരു കാരണവശാലും ഇതെൻ്റെ ജീവിതത്തിന്റെ ഭാഗമല്ല, ഇതെന്നെ നശിപ്പിക്കുമെന്ന് 90% നിശ്ചയിച്ചുറപ്പിച്ച ഒരു ആളെ കുറിച്ച് ഞാൻ പറയാം. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ 10% അയാൾക്ക് ഇത് എപ്പോഴെങ്കിലും ഒന്ന് ഉപയോഗിക്കണമെന്നുണ്ട്. അങ്ങനെ അയാൾ ഒരു സ്കൂൾ ആനിവേഴ്സറിക്കോ ഒരു കൂട്ടുകാരന്റെ വിവാഹത്തിനോ ഒരു ടൂറ് പോയപ്പോഴോ വീട്ടിലും അച്ഛനും അമ്മയോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം, ഏതോ ഒരു സമയത്ത് സേഫ് എന്ന് തോന്നിയ ഒരു സാഹചര്യത്തിൽ അയാൾ ഒരിക്കലും ഇതൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഉപയോഗിച്ചു, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിച്ചു, ഒരു അനുഭവത്തിന് വേണ്ടി ഉപയോഗിച്ചു. ശരി, അപ്പോഴും 90% പ്രതിരോധമുള്ള ആളാണ് അയാൾ. സേഫ് എന്ന് തോന്നുന്ന ഒരവസ്ഥയിലാണ്. കാരണം 90% ഒരു കാര്യത്തോട് പ്രതിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശപ്പെട്ട സംഖ്യയല്ല. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം ഉപയോഗിച്ചു, അയാൾക്ക് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായി, ചില തോന്നലുകളൊക്കെ ഉണ്ടായി. ആ തോന്നല് വലിയ കുഴപ്പമില്ല എന്നൊരവസ്ഥയുണ്ട്. അപ്പോഴും അയാൾ ആ ഉപയോഗിച്ച കാലഘട്ടത്തിൽ ആ സമയത്തൊക്കെ അയാൾ വിചാരിക്കുന്നു, അയാൾ കരുതുന്നു ഇനി ഞാനിത് ഉപയോഗിക്കുന്നില്ല. പക്ഷേ 2-3 ആഴ്ചയോ മാസമോ കഴിഞ്ഞിട്ട് ഇതേ പദാർത്ഥം അല്ലെങ്കിൽ ഇത്തരമൊരു ലഹരി പദാർത്ഥം രണ്ടാമത് ഒരാൾ വെച്ച് നീട്ടുമ്പോൾ, ഒരു കൂട്ടുകാരൻ വെച്ച് നീട്ടുമ്പോൾ, ഒരു അവസരം ലഭിക്കുമ്പോൾ 90% പ്രതിരോധം എന്നുള്ളത് ഓരോ രാസവസ്തുവിനും അനുസരിച്ച്, ഓരോ രാസപദാർത്ഥത്തിനും അനുസരിച്ച് കുറഞ്ഞിട്ടുണ്ടാവും.
പുകയിലയാണെങ്കിൽ വളരെ ചെറിയ അളവിലേ ഉണ്ടാവും. മദ്യമാണെങ്കിൽ കുറച്ചുകൂടി കൂടിയ അളവിൽ ആ പ്രതിരോധം കുറയും. കഞ്ചാവോ കറുപ്പോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പ്രതിരോധം കുറയുന്നതിന്റെ അളവ് കൂടുന്നു. അത് MDMA, LSD അതല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ മുതലായവയാണെങ്കിൽ ആ പ്രതിരോധം വളരെ പെട്ടെന്ന് കുറയുന്നു. പുകയില പ്രതിരോധക്കുറവുണ്ടാക്കുന്നത് 1% മദ്യം 4-5% വരെ ആ പ്രതിരോധക്കുറവുണ്ടാക്കുന്നു. കഞ്ചാവ് 10% ബ്രൗൺ ഷുഗർ ഒക്കെ 15% പ്രതിരോധമാണ് അടുത്ത പ്രാവശ്യം കുറയ്ക്കുക. മൂന്നാമത് ഉപയോഗിക്കുമ്പോൾ വീണ്ടും പ്രതിരോധം 10 മടങ്ങ് കുറയുന്നു. ഞാൻ ഈ പറയുന്നത് വസ്തുതകളാണ്. ഇങ്ങനെ 2, 3, 4 പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ട് തന്നെ മനുഷ്യനെ അടിമയാക്കുന്ന ലഹരി മരുന്നായതുകൊണ്ടാണ് ബ്രൗൺ ഷുഗറിനെ കൊലയാളി മയക്കുമരുന്ന് എന്ന് പറയുന്നത്, കില്ലർ ഡ്രഗ്. ഇത് ഞാൻ പറയുന്നതല്ല, നമ്മുടെ പരിപാടി സംഘടിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി ഇന്ന് ഇവിടെ വന്ന് പറയണമെന്ന് പറഞ്ഞ കാര്യമൊന്നുമല്ല. ലോകവ്യാപകമായി ആരോഗ്യ പ്രവർത്തകർ പറയുന്നു ബ്രൗൺ ഷുഗർ കൊലയാളി മയക്കുമരുന്നാണ്. 2, 3 പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ട് ഒരാളുടെ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രതിരോധങ്ങളും ഇല്ലാതാക്കുകയും അയാളെ ഈ മയക്കുമരുന്നിന് അടിമയാക്കി തീർക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനെ കൊലയാളി മയക്കുമരുന്ന് അഥവാ കില്ലർ ഡ്രഗ് എന്ന് പറയുന്നത്. അതിനുശേഷം വന്ന സാധനങ്ങളാണ് MDMA-യും LSD-യും ഒക്കെ. ബ്രൗൺ ഷുഗറിനേക്കാൾ മാരകമാണ്. പക്ഷേ കൊലയാളി മയക്കുമരുന്ന് എന്ന പേര് ആദ്യം തന്നെ നമ്മൾ ആർക്ക് കൊടുത്തിട്ടുണ്ട്? ബ്രൗൺ ഷുഗറിന് കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ ബ്രൗൺ ഷുഗറിന് മുമ്പ് വരുന്ന സാധനം MDMA-യും LSD-യും ആണെന്നുണ്ടെങ്കിൽ അവയ്ക്ക് കൊടുക്കാമായിരുന്നു ആ പേര്. 3 വർഷം തികച്ചു വേണ്ട 3 വർഷം തികച്ചു വേണ്ട MDMA ഉപയോഗിച്ചു തുടങ്ങിയ ഒരാള് അതിന് അടിമയായി മാറി ജീവിതത്തില് ഒന്നുമല്ലാതായി തീരാൻ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എനിക്ക് വെറുതെ വന്ന് വിളിച്ചു പറയാൻ കഴിയുകയുമില്ല. അതല്ല എൻ്റെ ജോലി. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇതാ ഈ ഒരു ടോക്ക് ഇന്ന് ലൈവ് പോയിക്കൊണ്ടിരിക്കുക. എവിടുന്ന് ആര് ചോദിച്ചാലും ഞാൻ ഇതിന് കൃത്യമായി മറുപടി പറയണം. ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്, റെസ്പോൺസിബിൾ ആണ്. എന്തുകൊണ്ട് ഞാൻ പറയുന്നു? നിങ്ങൾ ചോദിക്കുക, കോഴിക്കോട് ജയിലിൽ പോവുക, എപ്പോഴെങ്കിലും ഈ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഒരു സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട്, ഇവിടുത്തെ സോഷ്യൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾ കോഴിക്കോട് ജയിലിലെത്തുക. അവിടെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. നിങ്ങൾ സംസാരിക്കുക, അവരോട് ചോദിക്കുക. ഇപ്പോൾ ജയിലിലുള്ള കുറ്റവാളികളെ കുറിച്ച് ചോദിച്ചാൽ അവർ പറയും, പറഞ്ഞ കാര്യമാണ് പറയുന്നത്, 60%-ലധികവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുമായിട്ട് ഇവിടെ എത്തി വന്നവരാണെന്നുള്ളത്. മയക്കുമരുന്ന് അഥവാ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാണെന്ന്. %60-ലധികം. നിങ്ങൾ കോഴിക്കോട് കുതിരവട്ടം മാനസിക രോഗ ആശുപത്രിയിലെത്തുക. ഒരുപാട് കാലം അല്ലെങ്കിൽ കുറച്ചു കാലം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ ലഹരി പദാർത്ഥം ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് സൈക്കോ ആയി മാറുന്ന കുട്ടികൾ. സൈക്കോ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് പറയുക സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന. ഒരു ലഹരി പദാർത്ഥം ഉപയോഗിച്ച് ആ ലഹരി പദാർത്ഥത്തിന്റെ ഉപയോഗത്തിന്റെ ഫലമായി ഒരാൾ സൈക്കോ ആയി മാറുന്നുണ്ടെങ്കിൽ അതിന് പറയുക സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന. ആ ഒരു അവസ്ഥ പ്രാപിച്ച് കുതിരവട്ടം മാനസിക രോഗ ആശുപത്രിയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന മാനസിക രോഗികളുടെ എണ്ണം ഓരോ വർഷവും പെരുകിക്കൊണ്ടിരിക്കുന്നു. മയക്കുമരുന്നുകൾ അത്ര ശക്തമായി മനുഷ്യനെ ബാധിക്കുന്നു. എന്നോട് പലപ്പോഴും ഇത്തരം ക്ലാസ്സുകൾ എടുക്കാൻ വരുന്ന സമയത്ത് ക്ലാസ്സുമായി ബന്ധപ്പെടുന്ന സംഘാടകർ എന്നോട് പറയും, സാർ തീർച്ചയായിട്ടും കുട്ടികളോട് ഇതെങ്ങനെ ശരീരത്തെ ബാധിക്കുന്നു, ഇതെന്ത് അപകടമാണ് ശരീരത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നത്, അവൻ്റെ ആന്തരികാവയവങ്ങളെ, ശാരീരിക ധർമ്മപ്രവർത്തനങ്ങളെ, അവൻ്റെ ശരീര വ്യവസ്ഥകളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് അവന് പറഞ്ഞു കൊടുക്കണമെന്ന്. പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ പ്രായോഗികമായി ഞാൻ നോക്കുമ്പോൾ ഓരോ ദിവസവും ഞങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ലഹരി മരുന്ന് കേസ്, ഡി അഡിക്ഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ കണ്ടുവരുന്ന കേസുകൾ അവന്റെ കിഡ്നി പോയതും ലിവർ പോയതും അവന്റെ ആന്തരികാവയവങ്ങൾക്ക് ക്ഷതം സംഭവിച്ചതും ഒന്നുമല്ല. അതിലുപരിയായിട്ട് അച്ഛനും അമ്മയും
പറയുന്ന സങ്കടങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ. ചില അമ്മമാര് വിളിക്കും, ചില അമ്മമാരും ഉമ്മമാരും ഒക്കെ വിളിക്കും. പറയുന്ന പരാതി ഇതാ, സാറേ എന്നെ ഉമ്മയെന്ന് വിളിച്ചിട്ട് അമ്മയെന്ന് വിളിച്ചിട്ട് ദിവസങ്ങളായി, മറ്റു പലതുമാണ് അവൻ എന്നെ വിളിക്കുന്നത്, അവൻ എന്നോട് സംസാരിച്ചിട്ട് ദിവസങ്ങളായി എന്ന് പറയുന്നു. നിരന്തരം ലഹരി മരുന്ന് ഉപയോഗിച്ച് അമ്മയും വീട്ടുകാരും ഒന്നും പറയുന്നത് കേൾക്കാതെ തോന്നിയതുപോലെ നടക്കാൻ തുടങ്ങുമ്പോൾ വല്ലപ്പോഴും അതിനെതിരെ അച്ഛനോ അമ്മയോ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ തട്ടി മാറ്റുക, അവരെ തല്ലാൻ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയുക. അച്ഛൻ പറയും, അല്ലെങ്കിൽ വാപ്പ പറയും, സാറേ അവൻ എന്നോട് നാള് പോയി പണി നോക്ക് ചങ്ങാതി, അങ്ങനെ പറയാ, ചങ്ങാതി എന്നല്ല, പോയി പണി നോക്കിയ ചങ്ങായി എന്ന് പറയുന്ന അവസ്ഥ അച്ഛനും അമ്മയും പറയുക. നിങ്ങൾ കേട്ടിട്ടില്ലേ, തൊട്ടടുത്തൊരു ജില്ലയില് 9ഉം 11ഉം വയസ്സുള്ള 2 അനിയന്മാര്, ഒരു ചെറുപ്പക്കാരൻ 17 വയസ്സുള്ള +1 പഠിക്കുന്ന ഒരു കുട്ടി കഴുത്തറത്ത് കിടക്കപ്പായല് കൊന്ന കഥ. അതൊരു കഥയല്ല, സംഭവ, പത്രങ്ങളിലൊക്കെ വന്ന സംഭവ, മയക്കുമരുന്നിന്റെ ലഹരിയിൽ ചെയ്തിട്ടുള്ളതാണ്. അമ്മ എന്ന ആ ഒരു പദത്തിന്റെ, ഉമ്മ എന്ന് പറയുന്ന ആ പദത്തിന്റെ വിശാലത, അതിന്റെ സ്നേഹം, അതിന്റെ സുരക്ഷിതത്വം അതുപോലും തിരിച്ചറിയാതെ മയക്കുമരുന്നിന് അടിമപ്പെട്ട് അവരെ ഏറ്റവും മോശമായ രീതിയിൽ കാണുകയും അവരോട് പെരുമാറുകയും ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനിത് ഇത്തരമൊരു വേദിയിൽ പറയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള, പെരുപ്പിച്ച് കാണിച്ചിട്ടുള്ള കാര്യങ്ങളാണെന്ന്. അല്ല, ഓരോ ദിവസവും ഞങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സൈസ് പോലീസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇതുപോലുള്ള സാമൂഹ്യ പ്രവർത്തകരും. എൻ്റെ നാട്ടുകാരനാണ് ഇദ്ദേഹം, പാലത്തുകാരനാണ്. ഞാനും അദ്ദേഹമൊക്കെ ഇവിടുന്ന് നമുക്കൊരു 40 കിലോമീറ്റർ ഉണ്ടാവില്ല സർ. അദ്ദേഹത്തെ പോലെ കുന്നമംഗലത്തുകാരനാണ് അദ്ദേഹം. ഇത്രയും ദൂരെയുള്ള ആളുകൾ ഇതുപോലൊരു ചടങ്ങിന് വേണ്ടിയിട്ട് ഇത്രയേറെ പ്രയാസപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതിൻ്റെ ഗൗരവവും ഇതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള അപകടവും നേരിട്ട് പത്രത്തിൽ വായിച്ചതോ TV-യിൽ കണ്ടതോ മൊബൈലിൽ കാണുന്നതോ അല്ല, നേരിട്ട് ഞങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. ദുരന്തങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഒരുപാട്. നിങ്ങൾ വിചാരിക്കും ഞാൻ പറയുന്നു അച്ഛനോട് അല്ലെങ്കിൽ വാപ്പയോട് എടോ എന്ന് വിളിച്ചു, വാപ്പയെ അടിക്കാൻ വന്നു, വാപ്പയെ അടിച്ചു, ഇതൊക്കെ ഉള്ളതാണ്. അമ്മയെ അടിച്ചു, അമ്മയെ ചവിട്ടി എന്ന് മാത്രമല്ല, അമ്മ എന്ന് പറയുന്ന ആ പേരിന്റെ, ആ പദത്തിന്റെ പവിത്രത അത് എത്രത്തോളം വിശാലതയുള്ളതാണ് എന്നൊന്നും മനസ്സിലാക്കാതെ ഉമ്മ എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വത്തെ, ഏറ്റവും വലിയ ബന്ധത്തെ വെറും ഒരു സ്ത്രീ എന്ന രീതിയിൽ കണ്ട് ആ വിഷമം പങ്കുവെക്കുന്ന അമ്മമാരുടെ നാടായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ മലയാള നാട്, നമ്മുടെ നാട്. ഇഷ്ടം പോലെ ഉമ്മമാര് ഒരുമിച്ച് മക്കളെ കൂടെ ജീവിക്കാൻ പോലും പേടിച്ചുകൊണ്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഇതൊക്കെ അദ്ദേഹം അങ്ങോട്ട് ചേർത്ത് പറയുന്നതല്ലേ, കുറേയൊക്കെ പെരുപ്പിച്ച് പറയുന്നതല്ലേ എന്ന്. ആയിത്തീരും. സാറല്ല പകുതി ആരെയാ കേട്ടത്, അത് കേൾക്കുമ്പം ചെയ്യാന്നല്ലേ ഉള്ളൂ, കേട്ടിട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോ പെരുപ്പിച്ച് പറയുകയാണെന്നുള്ളത് അല്ല. ഞാൻ പറയാം എന്തുകൊണ്ട് അങ്ങനെ ആയിത്തീരുന്നു, വ്യക്തമായിട്ട് എനിക്ക് പറയാൻ കഴിയും. അതിൻ്റെ കാരണങ്ങളും ഞാൻ പറഞ്ഞു തരാം. നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവണം ഇത്തരം ഒരു കാര്യങ്ങളിൽ. കാരണം നിങ്ങൾ ഒരുപാട് കേൾക്കാൻ മാത്രം പഠിച്ചാൽ പോരല്ലോ, ചിലത് ചോദിക്കാനും കൂടി കഴിയണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിച്ച് പറഞ്ഞിട്ടാവാം നമ്മുടെ കൺക്ലൂഷൻ, അല്ലേ സർ? അതെ.
അത് കഴിഞ്ഞിട്ട് പറയാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ആയി മാറാൻ കഴിയുമെന്നുള്ളത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ചോദിച്ചോളൂ, എന്തും ചോദിക്കാം. എല്ലാത്തിനും ഉത്തരമുള്ളത് കൊണ്ടല്ല, എല്ലാത്തിനും ഒരു മറുപടി തരാലോ. ഒന്നുകിൽ എനിക്ക് അറിയില്ല എന്നൊരു മറുപടിയെങ്കിലും നിങ്ങളോട് പറയാലോ. ചോദിച്ചോളൂ. ആരാദ്യം പറയുന്നുള്ളതാണോ പ്രശ്നം? ചോദിച്ചോളൂ. ഒന്നുമില്ലേ? എടാ, UP സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ പെട്ടെന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അതാ ഞാൻ ചോദിക്കാൻ കാരണം. അവിടെ ചോദിക്കാനുണ്ട് മോക്ക് അല്ലേ? ചോദിച്ചോളൂ. ചോദിച്ചോ, അവരോടുള്ള ചോദ്യമല്ല, അവർക്കൂടുള്ള ചോദ്യമല്ല, ചോദിച്ചോ. എല്ലാവർക്കും ഉള്ള തന്നെ ഒരു സംശയമാണ്, ഇതിന് കൂടുതൽ അഡിക്റ്റ് ആയ ആള് ഇതിനെങ്ങനെയാണ് വിട്ടുമാറും? എങ്ങനെയാണ് അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുക എന്നുള്ളത് അല്ലേ? ഇരിക്കുന്നു, അവിടെ ഇരുന്നോ, കുഴപ്പമില്ല, അവിടെ തരാം. വേറെ ആരുമല്ല, നമ്മളൊക്കെ കരുതിയൊക്കെ. ഇവിടെ ഇരുന്നോ, കുറച്ചു നേരം ഇവിടെ ഇരുന്നു. എങ്ങനെയാണ് അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് വിട്ടുമാറുക? നല്ല ചോദ്യമാണ്. ചികിത്സ മാത്രമേ വഴിയുള്ളൂ. ഏതൊരു ലഹരി പദാർത്ഥത്തോടുമുള്ള ആസക്തി, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നു, മനസ്സിലാക്കി വെക്കുക. ആസക്തി അതെല്ലാവരിലും ഒരേപോലെ അല്ല. ഇപ്പം ആ ടീപ്പോയ് കണ്ടോ നിങ്ങൾ? ആ ടീപ്പോയിൻ്റെ മുകളിൽ ഞാനൊരു 10-15 കുപ്പി ഗ്ലാസ് വെക്കുന്നു. എന്നിട്ട് ആ ടീപ്പോയിൻ്റെ മുകളിൽ പതുക്കെ ഒരു തട്ട് തട്ടുന്നു. ചില ഗ്ലാസ്സുകൾ വീഴും അല്ലേ? ചില ഗ്ലാസ്സുകൾ വീഴാതിരിക്കും. ചിലത് വീണ് നിലത്തേക്ക് വീഴും, ചിലത് നിലത്ത് വീണ് പൊട്ടും, ചിലത് നിലത്ത് വീണാലും പൊട്ടാതിരിക്കും. പക്ഷേ ആ 15 ഗ്ലാസ്സുകളെ ആദ്യം നോക്കിയിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഏത് ഗ്ലാസ് വീഴും, ഏത് ഗ്ലാസ് പൊട്ടും, ഏത് ഗ്ലാസ് പൊട്ടാതിരിക്കുന്നു പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇത് ഓരോ മനുഷ്യനും അനുസരിച്ചിരിക്കും. ഇന്ന് ശാസ്ത്ര ലോകത്തിന് പറയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 10 പേരെ കൊണ്ടുവന്ന് ഡോക്ടറെ അടുത്ത്, ഏറ്റവും വിദഗ്ധനായ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട്, സാറേ ഞാൻ ഈ 10 പേർക്കും മദ്യം കൊടുക്കാൻ തുടങ്ങിയാണ്, ലഹരി പദാർത്ഥം കൊടുക്കാൻ തുടങ്ങിയാണ്, ഇവരിൽ അഡിക്റ്റ് ആവും, അഡിക്റ്റ് ആവില്ല എന്നൊന്ന് പ്രവചിക്കാമോ നിങ്ങളുടെ അറിവ് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയും നീ നല്ല വീട്ടിൽ പോയിക്കോന്ന് പറയും. കാരണം അത് പറയാൻ പറ്റൂല. മനുഷ്യ മനസ്സ് അത്രത്തോളം സങ്കീർണമാണ്. മനുഷ്യനെ അത്രത്തോളം വ്യത്യസ്തനായി അത്ഭുതകരമായിട്ടാണ് പടച്ചവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് സാധ്യമല്ല. പിന്നുള്ളത് ആസക്തി എന്ന വിഷയമാണ്. അത് ഓരോരുത്തരിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ അളവിലുള്ളതാണ്, ഓരോ തരത്തിലുള്ളതാണ്, ഓരോ കാരണങ്ങളെ കൊണ്ടാണ്, ഓരോ സാഹചര്യമാണ്. ഇതൊക്കെ മനസ്സിലാക്കി ആസക്തി ഒരു രോഗമാണെന്ന് കണ്ട്, ഞാൻ പറഞ്ഞതല്ല കേട്ടോ രോഗമാണെന്ന്. ഇനി നിങ്ങളാരും അതിൻ്റെ പേരിൽ എന്നോട് ദേഷ്യം പിടിക്കാൻ വരണ്ട. UN WHO പറഞ്ഞിട്ടുള്ളതാണ്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു ലഹരി പദാർത്ഥങ്ങളോടുള്ള ആസക്തി ഒരു രോഗമാണ്. അപ്പൊ രോഗം വന്ന എന്ത് ചെയ്യണം? നിങ്ങൾ പറയൂ. രോഗം വന്ന എന്ത് ചെയ്യണം? ഉപദേശിക്കുക വേണ്ടത്. ഇന്നലെ വന്ന കേസതാ. ഇന്നലെ എന്നെ ഒരു സ്ത്രീ വിളിച്ചു. അപ്പൊ ഞാൻ അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. ഈ ലഹരിയോടുള്ള പ്രശ്നം, മദ്യം ഉപയോഗിക്കുന്നതാ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ശരി, നിങ്ങൾക്ക് അവരോട് ആരോടെങ്കിലും ചികിത്സ വേണമല്ലോ, നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ ഏട്ടന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഉപദേശിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അവരൊക്കെ ഉപദേശിക്കാറുണ്ട്. ഉപദേശം കൊണ്ട് കാര്യമില്ല. ഉപദേശിക്കുകയല്ല വേണ്ടത്. ഒരാൾക്ക് പനി വന്ന ഉപദേശിക്കുക ചെയ്യുക. എടാ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടരുത്, ഇങ്ങനെ ചൂട് കൂടി കഴിഞ്ഞാൽ എനിക്ക് അസുഖം വരും, അസുഖം അധികമാക്കൂ, എൻ്റെ ജീവൻ തന്നെ പോകൂ, അതുകൊണ്ട് എനിക്ക് ദയവായിട്ട് ടെമ്പറേച്ചർ കൂടാതെ നോക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയാൾക്ക് മരുന്ന് കൊടുക്കണം അല്ലേ? അയാളെ അടിച്ചിട്ട് കാര്യമുണ്ടോ? മേലാ പനിച്ചാൽ എന്ന് പറഞ്ഞിട്ട് മദ്യപാനിയെയും ലഹരി ഉപയോക്താവിനെയും അടിച്ചത് കൊണ്ടും ഉപദേശിച്ചത് കൊണ്ടും മാറ്റി നിർത്തിയത് കൊണ്ടും അകറ്റി നിർത്തിയത് കൊണ്ടും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റൂല. എന്ത് ചെയ്യണം? ചികിത്സ കൊടുക്കണം. ഓരോ അഡിക്ഷനും ഓരോ ചികിത്സയാ. അത് ആര് കൊടുക്കണം? ഡോക്ടർ കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ നിർബന്ധമായിട്ടും അതിന് വേണ്ടത് എന്താണ്? ചികിത്സയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു വീണ്ടും, മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് അടിമത്തത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചികിത്സ വളരെ ദുഷ്കരമാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന വൈദ്യശാസ്ത്രത്തിലെ നിയമം
ലഹരി പദാർത്ഥങ്ങളുടെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, നിർബന്ധമായും ഉപയോഗിച്ചിരിക്കണം. മയക്കുമരുന്നുകളുടെ കാര്യത്തിൽ ഉപയോഗിക്കാതിരിക്കുക എന്നത് തന്നെയാണ് യഥാർത്ഥമായിട്ടുള്ള പരിഹാരം. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ തിരിച്ചു പോരാനുള്ള സാധ്യത, തിരിച്ചു വന്നാൽ തന്നെ ദീർഘകാലം അവയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഞാനിത് പറയുമ്പോൾ ചികിത്സ ഇല്ല എന്നല്ല പറഞ്ഞത്. ചികിത്സയുണ്ടെങ്കിൽ പോലും ആ ചികിത്സ ഫലവത്താകാൻ, പ്രത്യേകിച്ചും സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങളായിട്ടുള്ള ബ്രൗൺ ഷുഗർ, LSD, MDMA, ഈ സാധനങ്ങളിൽ നിന്ന് നമുക്കുള്ള മുക്തി വളരെ ദുഷ്കരമാണ്. യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്, പൂർണ്ണ ഉത്തരവാദിത്തോട് കൂടിയിട്ടുമാണ്. ചോദ്യത്തിൻ്റെ റെഡിയായോ? ശരി, നല്ല ചോദ്യം. ഇനി എന്താ ചോദിച്ചോളൂ. നിങ്ങൾ ഹയർ സെക്കൻഡറി അല്ലേ? കുറച്ച് നല്ല ചോദ്യം പോരട്ടോ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ലേ? ചോദിച്ചോ. പലർക്കും ചോദ്യങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. പറഞ്ഞാൽ ചിലപ്പോൾ മോശമായി പോവുക, തെറ്റായി പോവുക, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾക്ക് തെറ്റു പറ്റാം. ഈ പ്രായത്തിൽ തെറ്റു പറ്റണം. കമോൺ. പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് ചോദ്യം ചോദിക്കും. അടുത്ത ആള് മുന്നോട്ട് വന്നിരുന്നോളൂ. എൻ്റെ പേര് ഹനാൻ, ഞാൻ +1 സയൻസിൽ നിന്നാണ്. അപ്പോൾ ഈ ലഹരി വിതരണം ചെയ്യുന്നതിൻ്റെ, അത് കയ്യിൽ വെക്കുന്നതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ്? കുറച്ചുകൂടി എന്താ ചോദിക്കാനുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നു കേട്ടോ, ഇവിടെ ഇരുന്നോ. നിനക്കിനും പിന്നോട്ട് പോകട്ടോ, നീ ഇവിടെ കുടുങ്ങി കിടക്കണ്ട. പിന്നെ ആരും ചോദ്യം ചോദിക്കാൻ വരില്ല. വന്നാൽ ചോദ്യം ചോദിച്ചാൽ മുന്നിരിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട്. ലഹരി കൈവശം വെക്കുന്നതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അല്ലേ. ഏറ്റവും ആദ്യം പുകയിലയെ കുറിച്ച് പറയാം. കോട്ട്പ ആക്ട്, അതാണ് കേന്ദ്ര നിയമമാണ്. അതാണ് പുകയിലയുമായി ബന്ധപ്പെട്ട നിയമം. അത് ഈ കൈവശം വെക്കുന്നത് കൊണ്ടൊന്നും ഇവിടെ നിയമപരമായിട്ട് വലിയ ശിക്ഷകളൊന്നുമില്ല. അത് 18 വയസ്സിന് പൂർത്തിയാവാത്ത ഒരു വ്യക്തിക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും അയാൾ വാങ്ങുന്നതും ഒക്കെ നിയമപരമായി കുറ്റകരമാണ്. പൊതുസ്ഥലത്ത് പുകവലിക്കാൻ പാടില്ല. സ്കൂളിൻ്റെയും ആരാധനാലയങ്ങളുടെയൊക്കെ 100 വാര മാറിയിട്ട് മാത്രമേ ഇത്തരം സാധനങ്ങൾ വിൽക്കാൻ പാടുള്ളൂ. ഇത്തരം പുകയില ഉൽപ്പന്നങ്ങൾക്ക് പരസ്യം പാടില്ല. മനസ്സിലായില്ലേ? പരസ്യം കൊടുക്കുക, പരസ്യത്തിൽ അഭിനയിക്കുക ഒന്നും ചെയ്യുക, അങ്ങനെയുള്ള പിന്നെ പൊതുസ്ഥലത്ത് പുകവലി, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതുപോലുള്ള നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. സാധാരണ ആ സാധനങ്ങൾ കൈവശം വയ്ക്കുക ഒന്നും കുറ്റകരമല്ല. പക്ഷേ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ലഹരി പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ, ആരോഗ്യത്തെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന ലഹരി പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് പുകയിലയാണ് താനും. നമ്മളെന്താ പുകയിലയിലുള്ള രാസവസ്തു? പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥം എന്താണ്? നിക്കോട്ടിൻ. അതോ നമ്മൾ കേട്ടിട്ടുള്ളൂ അല്ലേ? നിക്കോട്ടിൻ മാത്രമല്ല കേട്ടോ, പുകയിലയിൽ 5600-ലധികം രാസവസ്തുക്കളുണ്ട്. അത് പുകച്ച് വലിക്കുന്ന സമയത്ത്, സിഗരറ്റ് പുകച്ച് വലിക്കുമ്പോൾ ബേണിങ്ങിൻ്റെ ഫലമായിട്ടും ചൂടാകുന്നതിൻ്റെ ഫലമായിട്ടും ചില രാസപദാർത്ഥങ്ങൾ തമ്മിൽ ചേരുന്നതിൻ്റെ ഫലമായിട്ടും 6800-ലധികം രാസപദാർത്ഥങ്ങൾ ഒരേ സമയം അകത്തേക്ക് ഓരോ വലിയിലും വലിച്ചു കയറ്റുന്ന പണിയുടെ പേരാണ് സ്മോക്കിംഗ്. 6800-ലധികം രാസവസ്തുക്കൾ, അതിൽ 69 രാസവസ്തുക്കൾ ക്യാൻസർ ഉണ്ടാക്കുന്നവയാണ്, കാർസിനോജനുകളാണ്. 69 രാസവസ്തുക്കൾ. അപ്പോൾ ഈ കാരണം കൊണ്ടാണ് സിഗരറ്റിനൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്. സിഗരറ്റ് ഇസ് എ പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സിഗരറ്റ് ഒരു കുഴലാണ്. ഓൺ ദ വൺ എൻഡ്, അതിൻ്റെ ഒരറ്റത്ത് എന്താ ഉണ്ടാവുക? സ്മോക്ക് ആൻഡ് ഫയർ. എന്തൊക്കെ ഉണ്ടാവും? സ്മോക്കും ഉണ്ടാവും, ഫയറും ഉണ്ടാവും. ഓൺ ദ അതർ എൻഡ്, മറ്റേ അറ്റത്ത് എന്താണെന്നറിയോ? എന്താണ്? സ്പോഞ്ചാ? എന്താ? ലിപ്സ് ഓഫ് എ ഫൂൾ, ഒരു വിഡ്ഢിയുടെ ചുണ്ടുകളും. ഒരറ്റത്ത് പുകയും തീയും ഉണ്ടാവും, മറ്റേ അറ്റത്തോ ഒരു വിഡ്ഢിയുടെ ചുണ്ടുകളും. അങ്ങനെയുള്ള സാധനത്തിന് പറയുന്ന പേരാണ് സിഗരറ്റ്. കാരണം എന്താ? സ്വന്തം പോക്കറ്റിലെ 15-20 രൂപ കൊടുക്കുക, ഈ സാധനം വാങ്ങുക, എന്നിട്ട് ആരും കാണാതെ എന്തോ എവിടെയോ പോയി മറഞ്ഞു നിന്നുകൊണ്ട് ആഞ്ഞു വലിക്കുന്ന സമയത്ത് ഇയാളുടെ ധാരണ എന്താണ്? ഇയാൾ എന്തോ സ്വർഗരാജ്യത്തിലേക്ക്, സന്തോഷകരമായ ആനന്ദകരമായ
ആത്മീയമായ എന്തോ ഒരു നിർവൃതിയിലേക്ക് പോകുന്നു എന്നുള്ള ഭാവത്തിൽ വലിക്കുന്നു. യാഥാർത്ഥ്യം എന്താണ്? അത് അയാളുടെ സങ്കല്പമാണ്. യാഥാർത്ഥ്യം എന്താണ്? 7000-ഓളം രാസവസ്തുക്കൾ, അതിൽ 69 എണ്ണം ക്യാൻസർ ഉണ്ടാക്കുന്നവ ഓരോ വലിയിലും ഉള്ളോട്ടെടുക്കുന്നു. യാഥാർത്ഥ്യവും സങ്കല്പവും തമ്മിൽ ഇത്ര വ്യത്യാസം ഉണ്ടെങ്കിൽ അയാളെ വിളിക്കുന്ന പേരാണെന്ത്? വിഡ്ഢി എന്നോ പൊട്ടൻ എന്നോ ഒക്കെ വിളിക്കാം. അതുകൊണ്ടാണ് സിഗരറ്റ് വലിക്കുന്ന ആളെ ജോൺസൺ എന്നോ മറ്റോ ആണ് ആ തത്വചിന്തകന്റെ പേര്. അദ്ദേഹം വിഡ്ഢി എന്ന് നിർവഹിച്ചിട്ടുള്ളത്. ഡെഫിനറ്റ്ലി എ സ്മോക്കർ ഈസ് എ ഫൂൾ. ഒരു സംശയവും വേണ്ട. ആർക്കെങ്കിലും ഖണ്ഡിക്കണമെന്നുണ്ടെങ്കിൽ, പറഞ്ഞതിനോട് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ, അത് പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴാവാം. ഉണ്ടോ? ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇഷ്ടപ്പെടില്ല ഈ പ്രായത്തിലുള്ള കുട്ടിക്ക് സിഗരറ്റ് വലിക്കുന്നത് കുഴപ്പമെന്ന് പറഞ്ഞാൽ അല്ലേ? സിഗരറ്റ് വലിക്കുന്നത് ഒരു വലിയ പ്രശ്നമാണ്, ആരോഗ്യ പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. നമുക്ക് വിസ്താര ഭയം കൊണ്ടാണ് അത്തരം ഭാഗങ്ങളിൽ ഞാൻ പോവാഞ്ഞത്, ഇതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക്. പിന്നെ മദ്യത്തിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ വിദേശ മദ്യ ഷോപ്പുകളുണ്ട്. സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള പ്രൊഡക്ഷൻ സെന്ററുകളിൽ നിന്നുണ്ടാക്കുന്ന മദ്യമൊഴികെ മറ്റെല്ലാ മദ്യവും വ്യാജമദ്യമാണ്. വ്യാജമദ്യം പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ റിമാൻഡ് ആവുന്ന കേസാണ്. അതേസമയം സർക്കാർ ലൈസൻസ് ഇല്ലാത്ത ആളുകൾ മദ്യം സൂക്ഷിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നതും റിമാൻഡ് ചെയ്യുന്ന കേസാണ്. അളവിൽ കൂടുതൽ വിദേശ മദ്യം സർക്കാരിൻ്റെതായാൽ പോലും, അതായത് 3 ലിറ്ററിലധികം കൈവശം വെച്ചാൽ അതും കേസാണ്. മദ്യത്തിൻ്റെ കേസുകൾ അങ്ങനെയാണ്. ഇനി മയക്കുമരുന്നുകൾ, ഒരു തരം മയക്കുമരുന്നും കൈവശം വെക്കാനോ സൂക്ഷിക്കാനോ ഉള്ള അവകാശം ആർക്കുമില്ല. ചില മയക്കുമരുന്നുകൾ, ജീവൻ രക്ഷാ മരുന്നുകൾ, പാലിയേറ്റീവ് കെയറിൽ ഉപയോഗിക്കുന്നവ, മാനസിക വിഭ്രാന്തി പോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവ സൂക്ഷിക്കാനുള്ള അവകാശം ലൈസൻസോട് കൂടിയിട്ട് ആശുപത്രികൾക്കും ഫാർമസികൾക്കുമുണ്ട്. അത് സർക്കാരിൻ്റെ നിയന്ത്രണത്തോടു കൂടി മാത്രം, വിത്ത് ലൈസൻസോട് കൂടിയിട്ട് അത് ഉപയോഗിക്കാനുള്ള അവകാശം രോഗിയിൽ, അത് ആവശ്യ സമയത്ത് ഉപയോഗിക്കാനുള്ള അവകാശം ഡോക്ടർക്കുണ്ട്. അതല്ലാത്ത എല്ലാ മയക്കുമരുന്നുകളും കൈവശം വയ്ക്കുന്നതും ഉപയോഗിക്കുന്നതും വിൽക്കുന്നതും എല്ലാം തന്നെ NDPS ആക്ട്, അത് കേന്ദ്ര നിയമമാണ് 1985-ലെ നർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്ന് പറയുന്ന ആ നിയമപ്രകാരം തെറ്റാണ്. മദ്യത്തിൻ്റെ നിയമത്തിന് പറയുക അബ്കാരി ആക്ട്. അത് ഓരോ സംസ്ഥാനത്തിനും ഓരോ നിയമമാണ്. ഓരോ സംസ്ഥാനത്തിനും അവരുടെ നിയമങ്ങൾ ഉണ്ടാക്കാം. അബ്കാരി ആക്ട്, നമ്മുടെ അബ്കാരി ആക്ട് 1095, അത് കൊല്ലവർഷമാണ്. കൂടുതൽ എന്തെങ്കിലും ആ കാര്യത്തിൽ ക്ലാരിഫൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല. ഇനി എന്ത്? ഗുഡ്, വന്നടോ. ഇപ്പോഴാണ് നിങ്ങളൊന്നും കൊണ്ട് ഉഷാറായത്. അങ്ങോട്ട് വന്നോ അല്ലേ? എൻ്റെ സംശയം, എൻ്റെ ഒരു ബുർഹാൻ, ഞാൻ +1 കൊമേഴ്സ് പഠിക്കുന്നു. എൻ്റെ സംശയം, ഒരാൾ അഡിക്റ്റായാൽ, ലഹരി പദാർത്ഥത്തിന് അഡിക്റ്റായാൽ അയാൾക്ക് ഇത് നിർത്താൻ വേണ്ടി പെട്ടെന്നൊരു ദിവസം കൊടുക്കാതിരിക്കുകയാണോ അതോ ഘട്ടം ഘട്ടമായി നിർത്തുകയാണോ ചെയ്യുന്നത്? അഥവാ പെട്ടെന്നൊരു ദിവസം ഇയാൾക്ക് ഇതൊന്നും കിട്ടാതായാൽ അയാളുടെ സ്വഭാവത്തിൽ പല മാറ്റങ്ങളുണ്ടാവില്ലേ? ശാരീരികപരമായും മാനസികപരമായും ഇയാൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. ഇതിനൊക്കെ ഉള്ള പരിഹാരം? നല്ല ചോദ്യമാണ് ഇതൊക്കെ. നിങ്ങൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ നല്ല ബുദ്ധിയോടുകൂടി നോക്കിക്കാണുന്നു എന്നതിൻ്റെ തെളിവാണ്. നിങ്ങളുടെ സ്കൂൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ സ്കൂളിൻ്റെ ഈ ഒരു മനോഭാവത്തെ, ഇത്തരം ഒരു പ്രവർത്തനം നടത്താനുള്ളൊരു സാധ്യത ഇവിടെ കാണിച്ച തുറന്ന മനസ്സിനെ തന്നെ ആദ്യം അഭിനന്ദിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അവിടെ പഠിക്കുന്ന നിങ്ങൾക്കും ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അഭിമാനിക്കാം. നല്ല ഇത്തരം നല്ല ചോദ്യങ്ങളൊക്കെ ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ട് ഞാൻ ആദ്യം നിങ്ങളെ UP സ്കൂളിലെ കുട്ടികൾ ചോദിക്കുന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതെല്ലായിടത്തും അങ്ങനെ തന്നെ. അങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇങ്ങോട്ട് ചോദ്യങ്ങൾ വരും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, സില്ലി ചോദ്യങ്ങളല്ല ചോദിക്കുന്നത്. പലരും പല സ്കൂളുകളിലും പോകുമ്പോൾ വളരെ സില്ലി ചോദ്യങ്ങളാണ് ചോദിക്കുക. ഇതൊക്കെ ഗൗരവമുള്ള കുറച്ചുകൂടി ആഴത്തിലുള്ള ചോദ്യങ്ങളാണ്. അതായത് ഒരാൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അതിന് അടിമയായിക്കൊണ്ടിരിക്കുന്നു, അല്ല അടിമയാണ്, അല്ല മോനെ അങ്ങനെയല്ലേ ചോദിച്ചത്? ആ അടിമയായിരിക്കുന്ന ആൾക്ക് അത് പെട്ടെന്ന് നിർത്തുന്ന സമയത്ത് അത് അയാളിൽ ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കും. വിഡ്രോവൽ സിംറ്റംസ് എന്നാണ് അതിന് പറയുക. വിടവാങ്ങൽ അസ്വസ്ഥതകൾ എന്ന് പറഞ്ഞാൽ അയാൾ നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലഹരി പദാർത്ഥം
ഒരു വേള അയാൾക്ക് കിട്ടാതാകുമ്പോൾ അയാളുടെ ശരീരം ആവശ്യപ്പെട്ടു, മനസ്സും ശരീരവും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഏതൊരു കെമിസ്ട്രി പഠിക്കുന്നവരുണ്ടോ? സയൻസുകാരില്ലേ? ഏതൊരു ഇക്വിലിബ്രിയം, ഏതൊരു ഇക്വിലിബ്രിയവും ഏതൊരു രാസസന്തുലനവും നമ്മുടെ ശരീരത്തിന് എന്തുണ്ട്? ഒരു രാസസന്തുലനമുണ്ട്. ഏതൊരു രാസസന്തുലനവും എന്തെങ്കിലും ഒരു ബാഹ്യ പ്രേരണയാൽ, അത് നമ്മൾ പറയുക ഊഷ്മാവ്, മർദ്ദം, കോൺസെൻട്രേഷൻ, ഗാഢത, അല്ലേ? ഈ ഏതെങ്കിലും ഒന്ന് മാറുമ്പോൾ ആ ഒരു ഇക്വിലിബ്രിയം മാറുന്ന സമയത്ത് ഒരു പുതിയ ഇക്വിലിബ്രിയം എന്ത് ചെയ്യും? ഉണ്ടാവുന്നുണ്ട്. കേട്ടിട്ടില്ലേ? അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാ നിയമം എന്നുള്ളത് എനിക്ക് പേര് മറന്നുപോയി, അതിന്റെ തത്വം മാത്രമേ എനിക്കിപ്പോഴും ഓർമ്മയുള്ളൂ. ഇതേപോലെ നമ്മുടെ ശരീരത്തിന്റെ ഒരു രാസസന്തുലനമുണ്ട്, ഒരു കെമിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്. ആ കെമിക്കൽ ഇക്വിലിബ്രിയത്തിലേക്ക് പഴയ രാസവസ്തുക്കളും വരുന്ന സമയത്ത് ആ കെമിക്കൽ ഇക്വിലിബ്രിയം, സ്വാഭാവികമായ ഇക്വിലിബ്രിയം എന്തായിട്ടുണ്ടാവും? നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അതൊരു പുതിയ ഇക്വിലിബ്രിയം പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കും. അപകടകരമാണ്, അബദ്ധമാണ് എന്നൊക്കെ അറിയെങ്കിലും ആ ശരീരം എന്ത് ചെയ്യുന്നു? വേറൊരു ഇക്വിലിബ്രിയത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. പെട്ടെന്ന് അത് കിട്ടാതാവുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ ഇക്വിലിബ്രിയവും തകരാറിലാവും. മനസ്സിലായില്ലേ? അപ്പൊ തീർച്ചയായിട്ടും അയാൾക്ക് എന്തുണ്ടാവും? അസ്വസ്ഥത ഉണ്ടാവും, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അയാൾ വിറയ്ക്കാൻ തുടങ്ങും, അയാൾ അസ്വസ്ഥനാവാൻ തുടങ്ങും, അയാൾ കരയാൻ തുടങ്ങും, യാചിക്കാൻ തുടങ്ങും. ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. സാറേ എന്തെങ്കിലും ഒരു ഇത്തിരി ഒന്ന് വലിക്കാൻ താ സാറേ, ഒരു ബീഡിയെങ്കിലും താ സാറേ ഒന്ന് പറയും. അവർ പറയുക, പ്രതികൾ പറയുക, നമ്മൾ പിടിച്ചു കഴിഞ്ഞ് അഴിക്കുള്ളിലായി കഴിഞ്ഞാൽ കേസിന്റെ രേഖകളൊക്കെ എഴുതാൻ 5-8 മണിക്കൂർ എടുക്കും. അതിന്റെ പ്രൊസീജിയേഴ്സ് തീരുന്നവരെ അവർ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. ഈ 8 മണിക്കൂറിനുള്ളിലൊക്കെ അവർക്ക് ഈ സാധനം കിട്ടാതാകുമ്പോൾ ആകെ പരിഭ്രാന്തരാവും. എല്ലായിടത്തും ഉണ്ടാവുന്നതാ. തല കൊണ്ടുപോയിട്ട് ചുമരിനിടിക്കുക, എത്രയോ സംഭവമുണ്ട്. തല കൊണ്ടുപോയിട്ട്, കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് അവർക്ക്. ഇത് കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു പ്രയാസമില്ലാത്ത കാര്യമൊന്നുമല്ല. വളരെ ലളിതമായിട്ട് നമ്മളതിനെ കാണണ്ട. മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന അസ്വസ്ഥത അത് വളരെ ഭീകര. അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത ചോദ്യം. തീർച്ചയായിട്ടും അയാൾക്ക് ഒറ്റയടിക്ക് കൊടുക്കാതിരുന്നിട്ട് കാര്യമല്ല, അത് കുറച്ച് കൊണ്ടുവരാനും കഴിയൂല. മനസ്സിലായില്ലേ? ലഹരി പദാർത്ഥം ആദ്യം ഉപയോഗിച്ച അളവിൽ കൂടുതൽ അളവിൽ ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ കുറച്ച് കൊണ്ടുവരാനും നമുക്ക് സാധിക്കില്ല. അയാൾ ആദ്യം ചെയ്യുക, നമ്മളൊരു ലഹരി വിമോചന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രവർത്തനം നടത്തുക. എന്ന് പറഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ ഇത് ഉപയോഗിച്ചിട്ട് അതുവരെ കുറേ ടോക്സിൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? വിഷപദാർത്ഥങ്ങൾ ഉണ്ടാവും. ആ വിഷപദാർത്ഥങ്ങൾ നീക്കം ചെയ്യണം ആദ്യം മരുന്ന് കൊടുത്തിട്ട്. വല്ലാത്തൊരവസ്ഥയാണത്. അത് നിങ്ങൾ വിചാരിക്കേണ്ട പനിക്ക് ഗുളിക കുടിക്കും പോലെയൊന്നുമല്ല. ആളാകെ ബുദ്ധിമുട്ടായി പോവും, വല്ലാതെ ബുദ്ധിമുട്ടാവും. ആ ഡീടോക്സിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലാണ് അയാൾക്ക് എന്ത് ചെയ്യുക? ഇതിനുള്ള മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അപ്പോൾ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ഒരു ദിവസം നമുക്ക് ഇന്നു മുതൽ ഞാൻ നിനക്ക് തരുന്നില്ല എന്ന് പിടിച്ചു വെക്കരുത്. അത്തരം അശാസ്ത്രീയ മാർഗങ്ങൾ തെറ്റാണ്. ഒരു സംശയവും വേണ്ട, അവർക്ക് ചികിത്സ തന്നെ വേണം. അത് ഞാൻ ആവർത്തിച്ച് പറയുന്നു. ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം. അതിനുള്ള സൗകര്യം ഇപ്പോൾ സൗജന്യമായിട്ട് ഗവൺമെന്റ് തലത്തിലുണ്ട് കേട്ടോ. കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ വിമുക്തിയുടെ ഒരു ഡി അഡിക്ഷൻ സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. കോഴിക്കോട് പുതിയറയിൽ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. പല കുട്ടികളും സ്വമേധയാ, വളരെ സന്തോഷമുള്ളൊരു കാര്യമാണത്. ഇന്ന് ഞാൻ പോയ സ്കൂൾ ഉൾപ്പെടെ പല സ്കൂളുകളിൽ നിന്നും ക്ലാസ് കഴിഞ്ഞിട്ട് വിളിക്കും, കുട്ടികൾ വിളിക്കുന്നു സ്വയം. സാറേ ഇങ്ങനൊരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട്, എനിക്ക് നിർത്തണമെന്നുണ്ട്, സാർ സഹായിക്കുമോ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ സാറേ നമുക്ക് എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അവരെ അവിടേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്, അവരെ അവിടെ എത്തിക്കാൻ കഴിയുന്നുണ്ട്. വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒരുപക്ഷെ 100 കുട്ടികളിൽ ഒരാളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 1000 കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അതിലൊരാളായിരിക്കും അങ്ങനെ തയ്യാറാവുക. എന്നാലും അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആ കുട്ടികൾ സ്വയം തിരിച്ചറിയുകയും സ്വന്തം ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു കൗൺസിലിങ്ങിന് തയ്യാറായിട്ട് എനിക്ക് മാറണം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന ഇത്തരം ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത്, മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനൊരു പ്രചോദനവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ദിവസം കൊണ്ട് നമുക്കിതിനെ നിർത്താൻ കഴിയില്ല. ഓക്കെ, ചോദ്യത്തിന് ഉത്തരം ക്ലിയർ ആണോ? ശരി മക്കളെ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിച്ചോളൂ. ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ നെഗറ്റീവല്ല. ഒരു 5 മിനിറ്റൊക്കെ അധികം എടുത്താലും ഒന്നും പറയുന്നില്ല, ഇവരൊന്നും പറയുന്നില്ല. കാരണം നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ സംശയങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് വിക്ടിംസ് ഓഫ് ഡ്രഗ്. മിക്കപ്പോഴും ഇത്തരം ലഹരി പദാർത്ഥങ്ങളുടെ ഇരകൾ ആരാണെന്നറിയോ? സ്ത്രീകളാണ്. ഇരകൾ സ്ത്രീകളാണ്. പണ്ട് ഞങ്ങളെ വിളിച്ചു പറയുക ഭാര്യമാരായിരുന്നെങ്കിൽ, സാറേ
അതിയാൻ്റെ കുടിയുണ്ട്, അയാളുടെ കുടിയുണ്ട്, ഒരു രക്ഷയില്ല. സാർ ഒന്ന് ചെല്ല്, അവിടെ വിൽക്കുന്ന അവിടെ പോയിട്ടാണ് വാങ്ങുന്നത്, സാർ ഒന്ന് ചെല്ലണം, ഒന്ന് ആ സ്ഥലം ഒന്ന് റെയ്ഡ് ചെയ്തിട്ട് അയാളൊന്ന് പിടിക്കണം എന്ന് പറഞ്ഞ് കരയുന്ന ഭാര്യമാരുടെ നാട്ടിൽ ഇന്ന് അമ്മമാരാണെന്ന് മാത്രം അതിലേറെ ദുഃഖത്തോടു കൂടി വരുന്നത്. സാറേ, മകൻ ഇങ്ങനെയായിപ്പോയി, എന്ത് ചെയ്യും? രക്ഷപ്പെടുത്തണം. ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങൾക്ക് ആകെയുള്ളത് അവനാണ്, അവനെ ആശ്രയിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് ഉള്ള ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അവന് വേണ്ടിയാണ് ഞങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇന്ന് അവൻ ഞങ്ങളുടെ ഒരു കാര്യവും, ഞങ്ങൾ പറയുന്ന ഒരു കാര്യവും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇന്നും ഇരകൾ സ്ത്രീകൾ തന്നെയാ. എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെടുത്താനേ അവർക്കേ പറ്റൂ, അതും മനസ്സിലാക്കുക. ഏറ്റവും പെട്ടെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനും കുട്ടികളെ ഇത്തരം കാര്യങ്ങളിലേക്ക് ബോധതലത്തിലേക്ക് എത്തിക്കാനും ഒക്കെ കഴിയുകയും നാളെ അമ്മമാരാവേണ്ട നമ്മുടെ സ്ത്രീകൾ തന്നെയാണ്. ഇന്നിൻ്റെ പ്രശ്നം മാത്രമല്ല ലഹരി, ഇന്നിൻ്റെ പ്രശ്നം മാത്രമായി കാണണ്ട, ഇത് നാളെയും മറ്റന്നാളും ഒക്കെ ഇവിടെ ഉണ്ടാവും. റൂട്ട് ലെവലിൽ നമ്മൾ അതിനെ പഠിപ്പിക്കണം, സമൂഹം ചർച്ച ചെയ്യാൻ തയ്യാറാകണം, തുറന്ന സംസാരങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേണം. ചോദിക്കൂ, അല്ലെങ്കിൽ അവസാനിപ്പിക്കും. ചോദിച്ചോളൂ. ടീച്ചേഴ്സിന് എന്താ ചോദിക്കാനുണ്ടോ? ആ, മോള് വരുന്നുണ്ടോ? ചോദിക്കല്ല അളകി, അതൊക്കെ സ്ഥിര നമ്പറാണല്ലോ. ശരി, പറയൂ. ആ, വെരി ഗുഡ്, കൈയടിച്ചേ. മോള് പരിചയപ്പെടുത്തിയിട്ട് ചോദിച്ചോളൂ കേട്ടോ. ആ, താത്തിക്കോളൂ. ഞാൻ ഫാത്തിമ ഷാഫി +1 സയൻസ്. ഫാത്തിമ ഷാഫി +1 സയൻസ്. ഞാൻ ചോദിക്കുന്നത്, ഈ ലഹരി വസ്തുക്കൾ കൊണ്ട് കുറേ വസ്തുക്കൾ ഇപ്പോഴും നമ്മൾ ഭക്ഷിക്കുന്നുണ്ട്, അതൊന്നും ഇപ്പോഴും നിരോധിക്കാത്തത് എന്തുകൊണ്ട്? മനസ്സിലാവുന്നു, ഒന്നുകൂടി വ്യക്തമാക്കും ചോദ്യം. ലഹരി കൊണ്ട് കുറേ വസ്തുക്കൾ ഉണ്ടാക്കുന്നില്ലേ, അത് നമ്മൾ ഇപ്പോഴും ഭക്ഷിക്കുന്നില്ല. 2 വർഷം മുമ്പ് മാഗിയിൽ ലഹരി വസ്തുക്കൾ ഉണ്ടെന്നും പറഞ്ഞ് നിരോധിക്കാൻ ആൾക്കാർ പറയുന്നത്, പക്ഷെ അത് ഇപ്പോഴും നിരോധിച്ചിട്ടില്ല, അതെന്തുകൊണ്ട്? അതായത് ചോദിച്ച ചോദ്യം, ലഹരി വസ്തുക്കളെ കൊണ്ട് ചില ഫുഡ്സ് ഉണ്ടാക്കും. ഫുഡ് എന്ന് പറയാൻ പറ്റൂല, പല ഫുഡിലും മായ ഉള്ളതായിട്ട് മനസ്സിലാക്കാറുണ്ട്. അത്തരം പദാർത്ഥങ്ങൾ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ കൺട്രോളിൽ വരുന്നൊരു ഭാഗമാണ്. ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാർ അത് നിരോധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അത് അവരുടെ ഒരു ഭാഗം തന്നെയാണ്, ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഒരു ഭാഗമാണ്. അത് ചെയ്യാറുണ്ട്. അത് കണ്ടെത്തുന്ന സമയം മുറയ്ക്ക് അത്തരം വസ്തുക്കളെ നിരോധിക്കാനുള്ള നിയമപരമായ നടപടികൾ ഉണ്ടാവാറുണ്ട്. പിന്നെ മോള് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ചില മിഠായികളെ കുറിച്ചൊക്കെ കേൾക്കാറുണ്ട്. നിങ്ങൾ ടൈം ബോംബ് എന്നൊക്കെ പറഞ്ഞിട്ട് മിഠായികളൊക്കെ. ടൈം ബോംബിൻ്റെ വിഷയം ഏറ്റവും ആദ്യം ചെയ്തിട്ടുള്ള ആൾ ഞാനാണ്. ടൈം ബോംബ് മിഠായി എന്നൊരു സാധനം ഇറങ്ങിയതുകൊണ്ട് പല സ്കൂളുകളിലെയും ടീച്ചേഴ്സ് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനത് പിടിച്ചെടുത്തു. സാധാ മിഠായി തന്നെ, അതിൽ ലഹരി ഉണ്ട്, കുട്ടികൾ വല്ലാതെ വാങ്ങുന്നു എന്നൊരു പ്രശ്നം ആ കാലത്ത് ഉണ്ടായിരുന്നു. എനിക്കതിന് ഒരുപാട് വഴക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പുറത്തുനിന്നും ഒക്കെ കേട്ടു. കാരണം ഈ മിഠായി പല പീടികളിലും പോയിട്ട് ഞാൻ പിടിച്ചെടുത്തു. ഇത് പിടിച്ചെടുക്കാനുള്ള അധികാരം എനിക്കുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്താണ്, അതിൽ വരുന്നത് ഞാൻ ആയിക്കോളാം എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? എന്തോ ഭാഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനത് ആദ്യം വിളിച്ചത് ഇപ്പം കുന്നമംഗലം ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസറായിട്ടുള്ള അനു എന്ന് പറഞ്ഞൊരു ലേഡിയാണ്. ഞാൻ അവരെ വിളിച്ച് ഞാൻ പറഞ്ഞു, മേഡം ഇങ്ങനൊരു വിഷയമുണ്ട്, നിർബന്ധമായിട്ടും അത് കെമിക്കൽ അനാലൈസിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അനലൈസ് ചെയ്തു, കെമിക്കൽ ലാബിൽ അയച്ചിട്ട്. ഒരു വെള്ളിയാഴ്ച ചെയ്ത് ചൊവ്വാഴ്ചയോ മറ്റോ മേഡം എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, സാർ എങ്ങനെ അനലൈസ് ചെയ്തിട്ടുണ്ട്, അതിൽ നമുക്ക് ഡ്രഗിൻ്റെ സാന്നിധ്യമൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ മൈന്യൂട്ടായിട്ടുള്ള അതിലൊക്കെ ഒരു കാര്യമുണ്ട്. ഏതൊരു അനലൈസിലും നമുക്ക് കണ്ടെത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം എന്തുണ്ടാവണം, അതിൻ്റെ അകത്ത് കണ്ടന്റ് ഉണ്ടാവണം. ആ മിനിമം കണ്ടന്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല. അതിപ്പോൾ നിങ്ങൾ കെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ സൊല്യൂഷൻസ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, ഒരു മിനിമം ക്വാണ്ടിറ്റി വേണം. അതില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് റിസൾട്ട് വരില്ല. അല്ലേ? ശരിയല്ലേ? എത്ര ml എടുക്കണം എന്ന് പറഞ്ഞേക്കല്ലേ നിങ്ങൾ? 5 ml 3 ml എന്ന് പറഞ്ഞിട്ട് ml. ആ ml ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് കൃത്യമായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ആവാനും വഴിയുണ്ട്. അപ്പോൾ ചില ചോദ്യങ്ങൾ കുട്ടികൾ ചോദിക്കാറുണ്ട്, സാർ ഈ മിഠായിൽ പോലും ഇതാണ്, ഞങ്ങൾക്ക് മിഠായി പോലും കഴിക്കാനുള്ള ഒരു അവകാശമില്ല, മിഠായിയെ പോലും പേടിക്കണമല്ലോ. ഞാൻ ഒന്നേ പറയാറുള്ളൂ കുട്ടികളോട്, ഒരു പുതിയ ബ്രാൻഡ് മിഠായി, ഒരു പുതിയ മിഠായി ആരെങ്കിലും വെച്ച് നീട്ടുമ്പോൾ അത് ഉടനെ വാങ്ങി കഴിക്കേണ്ടതില്ല. അത് കയ്യിൽ വാങ്ങി വെച്ചോ, സ്നേഹപൂർവ്വം വാങ്ങുക, താങ്ക്സും പറഞ്ഞോ, വീട്ടിൽ കൊണ്ടുപോവുക. അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊന്ന് കാണിക്കുക, ഇതാ ഈ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ നോക്കിയിനോ. അല്ലെ സ്കൂൾ അധ്യാപകരുണ്ടല്ലോ, അവർക്കൊന്ന് കൊണ്ടുപോയി കാണിച്ചിട്ട് തിരക്ക് കൂട്ടേണ്ടതില്ല. ചുറ്റുപാടും അത്ര നല്ല അവസ്ഥയല്ല. ഞാൻ പറയാറുണ്ട് കുട്ടികളോട്, ഇപ്പം പെൺകുട്ടികളോടൊക്കെ പ്രത്യേകിച്ചും ആൺകുട്ടികളോടും പറയാറുണ്ട്, ഒരു രക്ഷിതാക്കളുടെ സാന്നിധ്യമില്ലാത്ത ഒരു പാർട്ടിയിൽ കഴിയുന്നതും പോവാതിരിക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഞാൻ പിന്തിരിപ്പനാകും. ഏത് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയൊക്കെ സ്വാതന്ത്ര്യത്തിന് അഹിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് പറയും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഒരു പക്ഷേ
അതാണ് അതൊക്കെ പ്രശ്നമാണ്. അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ രക്ഷിതാക്കളുടെ സാന്നിധ്യമില്ലാത്ത, കൃത്യമായ സാന്നിധ്യം, എല്ലാവരുടെയും അച്ഛനും അമ്മയും വേണമെന്ന് പറയുന്നില്ല. 10 കുട്ടികളുണ്ടെങ്കിൽ ഒരു 4 കുട്ടികളെ 3 കുട്ടികളുടെ രക്ഷിതാക്കളെങ്കിലും പ്രസന്റ് അല്ലാത്ത പാർട്ടികളിൽ പങ്കെടുക്കാതിരിക്കുക. പാർട്ടികളിൽ നിന്ന് ലഭിക്കുന്ന ഡ്രിങ്ക്സ് പ്രോപ്പറായിട്ട് തൊട്ട് മുന്നിൽ സെറ്റ് ചെയ്യുന്നതല്ലാതെ കൊണ്ടുവന്ന് തരുന്ന ഡ്രിങ്കുകൾ കഴിക്കാതിരിക്കുക. വാങ്ങിക്കാം, കഴിക്കരുത്. അവിടെ തുടങ്ങും വെൽക്കം ഡ്രിങ്ക് തുടങ്ങുന്നു ചതി. എനിക്കറിയാം കൃത്യമായിട്ട്, അതുകൊണ്ടാണ് പറയുന്നത്. വെൽക്കം ഡ്രിങ്കിൽ തുടങ്ങുന്നു ചതി. കരുതിയിരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് അവകാശങ്ങളുണ്ട്. അതോടൊപ്പം വ്യക്തമായിട്ട് വൃത്തിയായിട്ട് മുന്നോട്ട് പോകാനുള്ള ഉത്തരവാദിത്വവും കടമയും നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും നിങ്ങളെ സ്നേഹിക്കുന്നവരോട് ഉത്തരവാദിത്വവും നീതിയും പുലർത്താനുള്ള ഒരു ബാധ്യതയും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും അനുഭവിക്കുമ്പോൾ കരുതാൻ മറക്കരുത്. കരുതൽ ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്, പ്രത്യേകിച്ചും ലഹരി ഇത്രയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്നിൻ്റെ കാലഘട്ടത്തിൽ. മോളെ ചോദ്യം ക്ലിയർ, ഉത്തരം ക്ലിയർ ആണോ? ഉണ്ട്, ചില പദാർത്ഥങ്ങളിലുണ്ട്. അത് നിരോധിക്കാൻ കഴിയണമെങ്കിൽ ടെസ്റ്റ് റിസൾട്ട് വരണം. ചില പദാർത്ഥങ്ങളൊക്കെ നിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ആളുകൾ പൊതുവെ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നത് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഈ നമ്മുടെ പോലുള്ള പ്രായത്തിലാണ്. അപ്പോൾ ഇതിനെതിരെ നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പം എങ്ങനെ ചെയ്യണോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുന്നവർ, ഇങ്ങനെയുള്ളവരോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നാട് മലപ്പുറം. നല്ല ചോദ്യം, ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ചോദ്യമാണത്. ഒരു സഹജീവികളോട് പാഠികളോടൊക്കെ ഒരു സ്നേഹം അതിൻ്റെ അകത്തുണ്ടല്ലേ? നല്ല ചോദ്യം. നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നത് ഈ പ്രായത്തിലാണ്. പലപ്പോഴും പുകയിലയുടെ രൂപത്തിലോ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ഒക്കെ രൂപത്തിലാണ് ആദ്യം വരിക. നമ്മൾ ഈ ഗ്യാസ് ലൈറ്റ് കത്തിക്കുന്ന സാധനം ഉണ്ടല്ലോ, എന്താ പറയുക, നമ്മൾ ഗ്യാസ് ലൈറ്റർ, ഈ ലൈറ്റർ പോലെയാണ് ഈ മദ്യവും സിഗരറ്റും. ഇപ്പോൾ തുടങ്ങുക, നമ്മൾ കത്തിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നു? ഗ്യാസിൻ്റെ ഈ സാധനം ഉപയോഗിക്കുന്നില്ലേ? അത് കഴിഞ്ഞാൽ അതിങ്ങോട്ട് മാറ്റി വെക്കുന്നില്ലേ? പിന്നെ തുടർന്ന് കത്തുകാരാണ്? നല്ല ചൂടിൽ ഗ്യാസല്ലേ കത്തുക. ഇതേപോലെ തുടക്കമാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രവണതയാണത്. തുടക്കം പുകയില ഉൽപ്പന്നങ്ങളോ വീര്യം കുറഞ്ഞ മദ്യം അല്ലെ മദ്യത്തിലൊക്കെ തുടങ്ങും. അത് കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റി വെച്ച് പിന്നെ നേരെ അങ്ങോട്ട് കിടക്കുന്നു, ഡ്രഗ്സിലേക്ക് കടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഏതിനത്തിലുള്ള മദ്യവും, ഏതിനത്തിലുള്ള പുകയില ഉൽപ്പന്നവും, ഏതിനത്തിലുള്ള ലഹരി പദാർത്ഥവും നിഷിദ്ധമായിട്ട് തന്നെ നമ്മൾ കാണണം. ഒന്നും സേഫ് അല്ല. ഓരോ ലഹരി പദാർത്ഥത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് പെട്രോളിന് തീപിടിച്ചതുപോലെ കെടുത്താൻ പോലും സമയം കിട്ടാത്ത വിധം പെട്ടെന്ന് അടിമത്തത്തിലേക്ക് എത്തിക്കുന്ന ലഹരി പദാർത്ഥങ്ങളാണ്. ഞാൻ നേരത്തെ MDMA LSD ഒക്കെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളോട് പറഞ്ഞ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കരുതിയിരിക്കേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടുകാരൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ അവരോട് നമ്മൾ ആദ്യം വേണ്ടത് സ്നേഹസ്ഥലത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുക. നിഷേധിക്കുക, അവരെ കുറ്റപ്പെടുത്തുക ഒന്നുമല്ല വേണ്ടത്. അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ ആദ്യം അതിനെ കുറിച്ച് പഠിക്കുക. ഇത്തരം ഇപ്പോൾ ഈ ക്ലാസ്സുകളിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു അല്ലേ? ചില മറുപടികളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായി. ഈ അറിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായിട്ടുള്ള മനസ്സിൽ വെച്ച് ഒന്നുകൂടി നിങ്ങൾ പഠിക്കുക, നിങ്ങളൊരു അഭിപ്രായം സ്വരൂപിക്കുക. എന്നിട്ട് അവരോട് സ്നേഹസ്ഥലത്തിൽ പറയുക. ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കുക. ചിലരൊക്കെ പറയൂ അനുഭവം ഗുരു, ഒരു അനുഭവത്തിന് വേണ്ടി. നമ്മൾ അറിയേണ്ടല്ലോ അല്ലേ? അനുഭവം ഗുരുവാണെന്ന് പറയും. ഞാൻ ആ കുട്ടികളോട് പറയാറുള്ളത് അനുഭവം ഗുരു അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്ന് മാത്രമാണ് പഴഞ്ചൊല്ല്. അനുഭവം ഗുരു എന്നുണ്ടോ? സ്വന്തം അനുഭവമാണ് ഗുരു എന്ന് എവിടെയോ പറഞ്ഞിരിക്കുന്നോ? സെൽഫ് എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടോ? പഴഞ്ചൊല്ല് എന്താണ്? അനുഭവം ഗുരു. 4 പേരൊരു വഴിക്ക് നടന്നു പോകുമ്പോൾ മുന്നിലുള്ള ആള് ഒരു കുഴിയിൽ വീണ് കാലൊടിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തവൻ വിചാരിക്കുമോ ഞാനൊന്ന് വീണ് നോക്കട്ടെ എന്ന്? മൂന്നാമത്തവനും പോയി ചാടിക്കൊടുക്കുമോ? ആദ്യത്തവൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നു. അതും അനുഭവം ഗുരുവ. ലഹരി പദാർത്ഥങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സമാനരായിട്ടുള്ള ആളുകളുടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക. മനസ്സിലായില്ലേ? അവരോട് യഥാർത്ഥമായ വിഷയം എന്താണെന്ന് ചോദിക്കുക. പലരും ഇതിലേക്ക് പോകാൻ പല കാരണങ്ങളുണ്ടാവും. വീടിൻ്റെ അന്തരീക്ഷം, കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ്, സുഹൃത്തുക്കളുടെ വൻ സ്വാധീനം, അത് വലിയ പ്രശ്നമാണ്. ചിലപ്പോൾ ചില ആളുകൾക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള വീക്ക്നെസ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അവർക്ക് ചില അപകർഷതാ ബോധങ്ങളൊക്കെ ഉണ്ടാവും.
അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആക്കുക. പിന്നെ ഏറ്റവും വേണ്ടത് കഴിയുന്നതും അവൻ്റെ കൂടെ ഒരിക്കലും അവൻ്റെ വീട്ടിൽ പോവുകയോ ഒക്കെ ചെയ്തിട്ട് അവൻ്റെ അച്ഛനോടും അമ്മയോടും സംസാരിക്കുക. അധ്യാപകരോട്, നല്ല സ്നേഹമുള്ള നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അധ്യാപകരോട് കാര്യം പറയുക. അധ്യാപകരും വളരെ ശ്രദ്ധിക്കുക. ഒരു സിഗരറ്റ്, ഒരു മയ്യൻ അല്ലെങ്കിൽ 2-3 സിഗരറ്റ് ഒരു കുട്ടി വലിച്ചു പോയി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ആ സ്കൂളിൽ പുറത്താക്കുക, അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടെന്നല്ല പറയുന്നത്, പുറത്താക്കുക എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. അവനോട് ശരിയായ വഴി പറഞ്ഞു കൊടുക്കുക, ശരി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും അവൻ നല്ല വഴിയിലേക്ക് വരും. ഓക്കെ, ഇനി എന്താ അവസാനിപ്പിക്കാം. അപ്പോൾ നല്ല ചോദ്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയും ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകാം, പ്രസക്തമായത് തന്നെയായിരിക്കാം, ഉത്തരങ്ങളും ഒക്കെ പ്രസക്തിയുള്ളതാണ്. നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ വീണ്ടും എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ അത്തരം ചോദ്യങ്ങൾ സ്വയം ചോദിക്കുകയും ഉത്തരങ്ങൾ തേടുകയും ചെയ്യുമെന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടി വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം. എങ്ങനെയാണ് മയക്കുമരുന്നുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുമായിത്തീരും ഭ്രാന്തമായ അവസ്ഥയിൽ എങ്ങനെയായിത്തീരുന്നു എന്നുള്ളത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ വ്യക്തിബന്ധങ്ങൾ മറന്നുപോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അച്ഛൻ, അമ്മ ഉൾപ്പെടെയുള്ള എല്ലാ വ്യക്തിബന്ധങ്ങളെയും മറക്കുന്ന രീതിയിലേക്ക് ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അയാളൊരു മൊബൈലൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ, ഇദ്ദേഹം ഇവിടെ ഒരു കമ്പ്യൂട്ടറിലൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. അത് രണ്ടും 2 ആപ്ലിക്കേഷനാണ് അല്ലേ, ശരിയാണോ? അയാളിപ്പോൾ ക്യാമറ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് എടുത്തിട്ടുള്ളത് അല്ലേ, ഇദ്ദേഹം ലൈവ് സ്ട്രീം പോകാനുള്ളൊരു ആപ്ലിക്കേഷൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ മൊബൈലിലും കമ്പ്യൂട്ടറിലും ഒക്കെ നിരവധി ആപ്ലിക്കേഷൻസുകൾ ഉണ്ട് അല്ലേ, പ്രോഗ്രാമുകൾ എന്നാണ് നമ്മൾ പറയും. എന്താ പറയുക ശരിക്കും? പ്രോഗ്രാംസ്. ചില പ്രോഗ്രാമുകൾ ഇൻബിൽറ്റ് ആണ്. ഒരു മൊബൈൽ വാങ്ങുന്ന നേരം തന്നെ യൂട്യൂബ് അതിൻ്റെ അകത്ത് ഉണ്ടാവും അല്ലേ, ക്രോമും ഗൂഗിളും ഒക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവും അല്ലേ, ശരിയാണോ? എന്നാൽ വാട്സപ്പും ഫേസ്ബുക്കോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. ഇതേപോലെ മനുഷ്യൻ്റെ തലച്ചോറിലും കുറേ പ്രോഗ്രാമുകളുണ്ട്. അച്ഛൻ, അമ്മ, വാപ്പ, ഉമ്മ എന്നൊക്കെ പറയുന്നത് ഇൻബിൽറ്റ് പ്രോഗ്രാമാണ്. ജനിക്കുന്നതിന് മുമ്പ്, ഭൂമിയുടെ വെളിച്ചം കാണുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ തലച്ചോറിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നു ഉമ്മയാരാണെന്നും അച്ഛൻ ആരാണെന്നും വാപ്പ ആരാണെന്നും എന്നുള്ളതൊക്കെ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ കഴിയൂല, ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അത് നമ്മൾ ഉറച്ചു കിടക്കുക. ജനിച്ചു കഴിഞ്ഞ് പിന്നീട് ആദ്യത്തെ കരച്ചിലിന് മറുപടിയായിട്ട്, ആ വിശപ്പിന് മറുപടിയായിട്ട് അമ്മിഞ്ഞപ്പാല് കിട്ടിയപ്പോഴും, പിന്നീട് നനഞ്ഞ തുണിയിൽ അസ്വസ്ഥമായി കിടന്നുറങ്ങിയ സമയത്ത് ഉറക്കഭംഗം വന്നപ്പോൾ ഓടി വന്ന് ആ തുണി മാറ്റി തുടച്ച് വൃത്തിയാക്കി സുഖമായി കിടത്തി ഉറക്കിയപ്പോഴും, തട്ടി വീണപ്പോഴും, വിശന്ന് കരഞ്ഞപ്പോഴും എല്ലാം അമ്മ എന്ന, ഉമ്മ എന്ന, മാതാവെന്ന ആ പ്രോഗ്രാമിലേക്ക് പുതിയ പുതിയ ഡാറ്റകൾ എൻട്രി ചെയ്തുകൊണ്ട് ആ പ്രോഗ്രാം വളരെ വിലപ്പെട്ടതും പ്രധാനമേറിയതും ജീവിതത്തിലെ ഏറ്റവും, നമ്മുടെ ലൈഫിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനായി മാറുന്നു. എന്ന് പറഞ്ഞാൽ ഉമ്മ എന്ന് പറയുമ്പോൾ, അമ്മ എന്ന് പറയുമ്പോൾ, ആ രൂപം കാണുമ്പോൾ, കേൾക്കുമ്പോൾ, അറിയുമ്പോൾ, സ്പർശിക്കുമ്പോൾ എല്ലാം നമ്മുടെ തലച്ചോറിൽ ഒരു രാസസമന്വയം രൂപപ്പെടുന്നു. അതിമഹത്തായ ഒരു രാസസമന്വയം. അതുതന്നെയാണ് അച്ഛൻ എന്ന, വാപ്പ എന്ന, പിതാവ് എന്ന് പറയുന്ന രാസസമന്വയവും. ഓരോ നിമിഷവും ധൈര്യത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും എല്ലാം തന്നെ അടയാളമായിട്ട് അത്തരം ഡാറ്റകൾ ഓരോ നിമിഷവും നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ തലച്ചോറിലേക്ക് വാപ്പ തന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രോഗ്രാമും ശക്തമാണ്. സഹോദരന്മാരും സഹോദരിമാരും സുഹൃത്തുക്കളും എല്ലാം തന്നെ ശക്തമായ പ്രോഗ്രാമുകളായിട്ട് നമ്മുടെ തലച്ചോറിലുണ്ട്. ഇവരെയൊക്കെ കാണുമ്പോൾ, ഇവരെയൊക്കെ ഓർക്കുമ്പോൾ, ഇവരുടെയൊക്കെ സാന്നിധ്യം നമ്മുടെ തലച്ചോറിൽ പലതരത്തിലുള്ള രാസസമന്വയങ്ങൾ, കെമിക്കൽ ഇക്വിലിബ്രിയം സൃഷ്ടിക്കുന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഹോർമോൺ. സ്നേഹത്തിനും സന്തോഷത്തിനും ദുഃഖത്തിനും കരച്ചിലിനും പേടിക്കുമൊക്കെ ഓരോ ഹോർമോണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പഠിക്കണം, അങ്ങനെ ഉണ്ട്. ഓരോ വൈകാരികതകൾക്കും ഓരോ ഹോർമോനുണ്ട്. ചിലപ്പോൾ സന്തോഷവും ദുഃഖവും ഒരുമിച്ച് വരുന്നത് കാണാം. ചിലർ കരയുകയും ചിരിക്കുകയും ചെയ്യുന്നത് കാണാം. കണ്ടിട്ടില്ല നിങ്ങൾ? അങ്ങനെ കണ്ണിന്ന് വെള്ളം വരികയും ചെയ്യും, ചിരിക്കുകയും ചെയ്യും ചില സന്തോഷങ്ങൾക്ക്. കാരണം എന്താ? ആ സമയത്ത് ആ രീതിയിലുള്ള ഒരു രാസസമന്വയമാണ് നമ്മുടെ തലച്ചോറിൽ രൂപപ്പെടുന്നത്. ഈ രാസസമന്വയമാണ് നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ സംസ്കാരം. നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ വ്യക്തിബന്ധങ്ങളും നമ്മുടെ സംസ്കാരവും നമ്മുടെ പെരുമാറ്റവും എല്ലാം ഈ രാസസമന്വയത്തിലൂടെ അതിശക്തമായി നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത വിധം പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. ഒരു കമ്പ്യൂട്ടർ, ഒരു മൊബൈൽ എത്ര ശക്തമായ നമ്മൾ ഹാർഡ് ഡിസ്ക് ഉള്ളതായി കഴിഞ്ഞാലും, എത്ര ശക്തമായ പ്രോഗ്രാം ഉള്ളതായാലും, ആപ്പിൾ ഐഫോൺ ആയി കഴിഞ്ഞാലും, അതിനകത്ത് വൈറസ് കയറി കഴിഞ്ഞാൽ, മനസ്സിലായോ? വൈറസ് കയറി കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കുമോ? ഏതെങ്കിലും ഡാറ്റ പ്രവർത്തിക്കുമോ? ഒരു ഡാറ്റയും പ്രവർത്തിക്കൂല. ആ പ്രോഗ്രാം മുഴുവൻ നശിപ്പിച്ച് അതിനെ യൂസ്ലെസ് ആക്കി മാറ്റുന്നു, ഉപയോഗപ്രദമല്ലാതാക്കി മാറ്റുന്നു. ഇതേപോലെ തന്നെ മയക്കുമരുന്നുകൾ ഇത്തരം വൈറസുകളായിട്ട് നമ്മുടെ തലച്ചോറിൽ കയറിക്കഴിഞ്ഞാൽ നിസ്സംശയം പറയാൻ കഴിയുന്നു,
തലച്ചോറിലെ എല്ലാ രാസസമന്വയങ്ങളെയും ഇല്ലാതാക്കി നമ്മളെ മൃഗതുല്യമാക്കി മാറ്റുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് രത്നച്ചുരുക്കത്തിൽ പറഞ്ഞാൽ. ഇതിനെ നമുക്ക് വിശദമായി മെഡിക്കൽ സയൻസിൻ്റെ ടേംസിലൊക്കെ നമുക്ക് നിർവചിക്കാം. പക്ഷേ ഈ ഒരു കുറഞ്ഞ വേളയിൽ, ഈ ഒരു കുറഞ്ഞ സമയത്ത്, ഇതുപോലൊരു മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന വേളയിൽ എനിക്ക് അനുവദിച്ചു തന്ന സമയത്ത് എനിക്ക് ഇത്രമാത്രം നിങ്ങളോട് പറയാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ഇതിൽ കൂടുതൽ പറയുന്നത് കൊണ്ട് കാര്യമില്ല. കാരണം നമ്മൾ മനസ്സിലാക്കുക, അച്ഛനെയും അമ്മയെയും വേണ്ടപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും എല്ലാം മറന്നുകൊണ്ട് ലഹരിയുടെ വഴിയിലേക്ക് പോകണമോ? അതല്ല, ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് യഥാർത്ഥ ജീവിതം എന്ന ലഹരി എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണമോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശവും അധികാരവും സാധ്യതയും എല്ലാം നിങ്ങളിലാണ്. അത്തരം ഒരു നല്ല ഭാവിയുള്ള നന്മയുള്ള കുട്ടികളായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ജമാഅത്തയുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.